Hi all, welcome back to another session of Concrete Technology. അപ്പോൾ നമ്മൾ മിക്സ് ഡിസൈനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു എക്സാമ്പിൾ മിക്സ് ഡിസൈൻ പ്രോബ്ലവും ചെയ്തു. ആ ക്ലാസ്സിന്റെ അവസാനം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ മിക്സ് ഡിസൈനിൽ ഈ ഒരു സ്പെഷ്യൽ കേസസ് അല്ലാതെ കൺസിഡർ ചെയ്യേണ്ട ചില അഡീഷണൽ കാര്യങ്ങൾ അതായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്. കുറച്ച് അഡീഷണൽ കൺസിഡറേഷൻ, മെയിൻലി മോയ്സ്ചർ അഡീഷൻ എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ രണ്ട് ഫ്രാക്ഷൻ ഓഫ് അഗ്രിഗേറ്റ്സ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ മിക്സ് ഡിസൈനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ കഴിഞ്ഞ പ്രോബ്ലത്തിന് കണ്ടിന്യൂഷൻ ആയിട്ട് അതിൽ ചില മോഡിഫിക്കേഷൻ വരുത്തിയിട്ടാണ് നമ്മൾ അത് ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു എക്സസൈസ് വർക്ക് തന്നിരുന്നു മിക്സ് ഡിസൈൻ ചെയ്യാനായിട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണ പേപ്പർ വാല്യുവേഷന്റെ സമയത്ത് നമ്മൾ വാല്യൂ ചെയ്യുന്ന സമയത്ത് മിക്കവാറും പേപ്പറുകളിലൊക്കെ ഈ കോഡിലെ വാല്യൂസ് അതേപോലെ എഴുതി വെച്ചിട്ടാണ് നമുക്ക് ആൻസർ ഷീറ്റ് വന്നതെന്ന്. നമ്മുടെ അനാലിസിസിലും നമ്മൾ കഴിഞ്ഞ ആക്ടിവിറ്റി ചെയ്തപ്പോഴും കുറച്ചു പേരൊക്കെ അങ്ങനെ തന്നെ വാല്യൂസ് മാറ്റാതെ വന്നത് കണ്ടു. സോ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കുറവുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് കഴിഞ്ഞ തവണത്തെ ഏപ്രിൽ 2020 പരീക്ഷയ്ക്ക് വന്ന ഒരു മിക്സ് ഡിസൈൻ പ്രോബ്ലവും കൂടെ നമ്മളൊന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ ക്ലാസ് ഈ രണ്ട് കാര്യങ്ങളായിരിക്കും. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഈ പറഞ്ഞ അഡീഷണൽ കൺസിഡറേഷൻസ് ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ ഒരു മിക്സ് ഡിസൈൻ പ്രോബ്ലം കൂടി ചെയ്യും. അത് കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ ലെറ്റ് us സ്റ്റാർട്ട് വിത്ത് അവർ ഫസ്റ്റ് പാർട്ട്. അതിനു മുൻപ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസൈൻ ചെയ്ത മിക്സിന്റെ ഡീറ്റെയിൽസ് ആണിത്. നമ്മളൊരു ഒരു മിക്സ് ഡിസൈൻ ചെയ്തു. ആ മിക്സിന്റെ സിമെന്റ് കണ്ടന്റ്, വാട്ടർ കണ്ടന്റ്, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്, സൂപ്പർ പ്ലാസ്റ്റിസൈസർ, വാട്ടർ സിമെന്റ് റേഷ്യോ എല്ലാം കണ്ടുപിടിച്ചിരുന്നു. അതിന്റെ അടിയിൽ രണ്ട് നോട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ നോട്ട് എന്തായിരുന്നു? സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷനിലായിരിക്കണം നമ്മൾ ഈ അഗ്രിഗേറ്റ് യൂസ് ചെയ്യേണ്ടത്. എന്തിനാണ് അങ്ങനെ ഒരു ക്ലോസ് വെച്ചതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം ഡിസ്കസ് ചെയ്യുക. അഗ്രിഗേറ്റ് ഷുഡ് ബി സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ. ഇതെന്താണെന്ന് നമ്മൾ കാണും. എന്തിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ കാണും. ലെറ്റ് us start with that point first. Additional consideration in mixed design. അതിൽ ഒന്നാമത്തെ കാര്യം, if the aggregate are not in saturated surface dry condition. സോ ഇത് പറയുന്നതിന് മുമ്പ് നമ്മൾ ഉപയോഗിച്ച രണ്ട് ടേബിൾസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ വാട്ടർ കണ്ടന്റ് എടുക്കാൻ ഉപയോഗിച്ച ഒരു ടേബിൾ ആയിരുന്നു അല്ലേ? ആ ടേബിളിന്റെ അടിയിൽ ഒരു ഫുട് നോട്ട് ഉണ്ട്. വാട്ടർ കണ്ടന്റ് കറസ്പോണ്ടിങ് ടു സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ അഗ്രിഗേറ്റ്. ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ അഗ്രിഗേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് ഈ ഡയറക്റ്റ് വാട്ടർ കണ്ടന്റ് എടുക്കാം എന്നാണ് ഈ ടേബിൾ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അഗ്രിഗേറ്റ് കണ്ടന്റ് കണ്ടുപിടിക്കാൻ വേറൊരു ടേബിൾ ഉപയോഗിച്ചിരുന്നു അല്ലേ? ഈ ഒരു ടേബിളാണ് അഗ്രിഗേറ്റ് കണ്ടന്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിച്ച്. അതിന്റെ താഴെയും ഒരു ഫുട് നോട്ട് ഉണ്ട്. വോളിയംസ് ആർ ബേസ്ഡ് ഓൺ അഗ്രിഗേറ്റ്സ് ഇൻ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷൻസ്. ഈ രണ്ട് ടേബിളിൽ ഒരു ടേബിളിൽ നമ്മൾ വാട്ടറിന്റെ ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്, ടേബിൾ 2. രണ്ടാമത്തെ ടേബിളിൽ നമ്മൾ അഗ്രിഗേറ്റിന്റെ, കോസ് അഗ്രിഗേറ്റിന്റെയും ഫൈൻ അഗ്രിഗേറ്റിന്റെയും ക്വാണ്ടിറ്റിയാണ് കണ്ടുപിടിക്കുന്നത് അല്ലെ? ഒരു പ്രൊപ്പോർഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു രണ്ട് ടേബിളിന്റെ താഴെ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷൻ എന്ന് മെൻഷൻ ചെയ്തുകൊണ്ട് നമുക്കറിയാം ഈ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷൻ മാറിക്കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യുന്നത് ഈ മൂന്ന് ക്വാണ്ടിറ്റിനെയാണ്. ഏതൊക്കെ? വാട്ടർ, അതുപോലെ ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ്സ് സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഈ വാല്യൂസിൽ വേരിയേഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന സാൻഡിനും അതുപോലെ കല്ലിനും അതുപോലെ വാട്ടറിനും വ്യത്യാസം വരാം. ആ ഒരു വ്യത്യാസത്തെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് പറയാൻ വേണ്ടി നമ്മുടെ ആ ടേബിൾസ് കാണിച്ചു തന്നേ ഉള്ളൂ. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് വരാം. അപ്പോൾ അഗ്രിഗേറ്റ്സ് സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ? നിങ്ങൾ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ, വലിയ വലിയ വർക്കൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കോൺക്രീറ്റ് പ്രോസസ്സിന് മുൻപ് കല്ല് മിക്സ് ചെയ്യുന്നതിന് മുമ്പ് കല്ലൊന്ന് നനച്ചിട്ടുണ്ടാവും, കല്ല് സാച്ചുറേറ്റ് ചെയ്തിട്ടുണ്ടാവും. കല്ല് സാച്ചുറേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചപ്പോൾ വാട്ടർ അബ്സോർപ്ഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ് വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ? വളരെ ഡ്രൈ ആയിട്ടാണ് കല്ലിരിക്കുന്നതെങ്കിൽ ആ കല്ലിന് വെള്ളത്തെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഈവൻ സാച്ചുറേറ്റഡ് സ്റ്റേറ്റിലും ആ കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ ഈ വാട്ടർ അബ്സോർപ്ഷൻ മെഷർ ചെയ്യുന്നത് സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷനിലാണ്. സോ വാട്ടർ അബ്സോർപ്ഷൻ എന്നൊരു പ്രോപ്പർട്ടി എല്ലാ അഗ്രിഗേറ്റ്സിനും ഉണ്ട്. ഫൈൻ അഗ്രിഗേറ്റ് ആയിക്കോട്ടെ, കോസ് അഗ്രിഗേറ്റ് ആയിക്കോട്ടെ. അപ്പൊ ആ ഒരു വാട്ടർ അബ്സോർപ്ഷൻ ഒഴിവാക്കാൻ, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സർഫസ് ഡ്രൈ കണ്ടീഷനനുസരിച്ചുള്ള ടേബിൾ വാല്യൂസ് ആണ്. അപ്പൊ സർഫസ് ഡ്രൈ
സാച്ചുറേറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ, ഓർക്കുക സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷനിലെ വാല്യൂസ് ആണ് നമുക്ക് ടേബിളിലുള്ളത്. അപ്പോൾ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷനിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വാട്ടർ അബ്സോർപ്ഷൻ എന്നുള്ള പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി ടേക്ക് ഓവർ ചെയ്തു പോകും. കാരണം എന്താ, ടേബിളിൽ ഓൾറെഡി ഇൻകോപ്പറേറ്റഡ് ആണ് അല്ലേ. അപ്പോൾ സാച്ചുറേറ്റ് ചെയ്ത മെറ്റീരിയൽസിന്റെ ടെസ്റ്റുകളുടെ ബേസിലാണ് ആ ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന്റെ വാട്ടർ അബ്സോർപ്ഷൻ ഓൾറെഡി ടേക്കൺ കെയർ ആണ്. ഇപ്പോൾ സാച്ചുറേറ്റ് ചെയ്തില്ലെങ്കിൽ ആ അഗ്രിഗേറ്റ്സ് ഡ്രൈ ആയിരിക്കും, ഇറ്റ് ക്യാൻ അബ്സോർബ് വാട്ടർ. രണ്ടാമത്തെ പാർട്ട് സർഫസ് ഡ്രൈ കണ്ടീഷൻ ആണ്. സർഫസ് ഡ്രൈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ കുറേ നേരത്തേക്ക് കല്ല് ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയിട്ട് കിടക്കുക, അല്ലെങ്കിൽ മണൽ ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ ആയിട്ട് നമ്മുടെ വർക്ക് സൈറ്റിൽ കിടക്കുകയാണ്. അന്നൊരു മഴ പെയ്തു. ഓക്കെ, ഇപ്പം നമ്മൾ സാധനമൊക്കെ ഇറക്കിയിട്ടുണ്ട് സൈറ്റിൽ, അവിടെ മഴ പെയ്തു. അങ്ങനെ മഴ പെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, സാധാരണഗതിയിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ ആ കല്ലും മണലും എല്ലാം നനഞ്ഞു പോകും അല്ലേ. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു മോയ്സ്ചർ കണ്ടന്റ് അഡീഷണൽ ആയിട്ട് വന്നു. അപ്പോൾ അത് ഡ്രൈ ആയിട്ടല്ല ഇരിക്കുന്നത്, ഓൾറെഡി അതിനൊരു മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. നമുക്കറിയാം, ഒരു സ്പോഞ്ചിൽ വെള്ളം നനച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് കൂടില്ലേ. അതുപോലെ ഈ ഒരു മണലിൽ അല്ലെങ്കിൽ കല്ലിൽ വെള്ളം വന്നു കഴിയുമ്പോൾ വെള്ളത്തിന്റെ വെയിറ്റും കൂടെ അതിൽ അഡീഷണൽ ആയിട്ട് വരും. ഇപ്പോൾ സർഫസ് ഡ്രൈ അല്ലെങ്കിൽ അഡീഷണൽ വാട്ടർ കണ്ടന്റ് നമ്മൾ മിക്സ് ചെയ്യുന്ന കോൺക്രീറ്റിൽ വരും. മാത്രമല്ല നമ്മൾ എടുക്കുന്ന വെയിറ്റിൽ വ്യത്യാസം ഉണ്ടാവും ഓരോ ക്വാണ്ടിറ്റിൻ്റെയും. സോ ആ രണ്ട് വ്യത്യാസങ്ങളാണ് നമ്മളെ ഇവിടെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓർക്കുക, നമ്മൾ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷനുള്ള വാല്യൂസ് ആണ് എല്ലാ ടേബിളിൽ നിന്ന് എടുക്കുന്നത്. അപ്പോൾ സാച്ചുറേറ്റഡ് ആയിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ വാട്ടർ അബ്സോർപ്ഷനും അതുപോലെ മോയ്സ്ചർ കണ്ടന്റും നമ്മുടെ ഡിസൈനിലോട്ട് എടുക്കേണ്ട വരും. അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, ഇഫ് ദിസ് അഗ്രിഗേറ്റ്സ് ആർ നോട്ട് സാച്ചുറേറ്റഡ് വാട്ട് വിൽ ഹാപ്പൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, അഗ്രിഗേറ്റ്സിന് വെള്ളത്തെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. സോ ഇറ്റ് ക്യാൻ അബ്സോർബ് വാട്ടർ. സോ സാച്ചുറേറ്റഡ് കണ്ടീഷനിലും അബ്സോർബ് ചെയ്യാം. പക്ഷെ സാച്ചുറേറ്റഡ് കണ്ടീഷനിലെ അബ്സോർപ്ഷൻ ഓൾറെഡി നമ്മൾ ടേബിളിലെ വാല്യൂസിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അബ്സോർപ്ഷന്റെ എമൗണ്ട് കൂടുതലായിരിക്കും. സോ ഇറ്റ് ഈസ് നോട്ട് ടേക്കൺ കെയർ ഇൻ ദ ടേബിൾ. അതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഇഫ് നോട്ട് സാച്ചുറേറ്റഡ്, അഗ്രിഗേറ്റ്സ് ക്യാൻ അബ്സോർബ് മിക്സ് വാട്ടർ. സോ അഗ്രിഗേറ്റ്സ് നമ്മളിപ്പോൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസൈൻ ചെയ്തെടുത്തു. സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷനിൽ ഇത്ര സാൻഡ് വേണം, ഇത്ര അഗ്രിഗേറ്റ് വേണം, ഇത്ര വാട്ടർ വേണം. അപ്പോൾ ആ വാട്ടറിൽ കുറച്ച് വെള്ളം അഗ്രിഗേറ്റ്സ് അബ്സോർബ് ചെയ്യുന്നു, കുറച്ച് വെള്ളം ഫൈൻ അഗ്രിഗേറ്റ്സ് അബ്സോർബ് ചെയ്യുന്നു. അപ്പോഴെന്തൊക്കെയാണ് സംഭവിക്കുക, ഓരോന്നിൻ്റെയും മാസിൽ എന്ത് വ്യത്യാസമാണ് ആക്ച്വലി സൈറ്റിൽ വരാൻ പോകുന്നത് നമ്മൾ പറയുന്നത്. ഓർക്കുക, നമ്മളിപ്പോൾ പറയുന്നത് നമ്മൾ ഓൾറെഡി മിക്സ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ഡിസൈൻ ചെയ്തത് സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷനിലാണ്. നമ്മൾ സൈറ്റിൽ സാധനങ്ങൾ ബാച്ച് ചെയ്യാൻ പോവാണ്. എന്ന് വെച്ചാൽ ഓരോ സാധനങ്ങളും അതിൻ്റെ വെയിറ്റ് അനുസരിച്ച് എടുക്കാൻ പോവാം. ആ വെയിറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ല ഉപയോഗിക്കുന്നത്. അതായത് കല്ലോ മണലോ സാച്ചുറേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് അല്ല നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ സാച്ചുറേറ്റഡ് കണ്ടീഷനിലേക്കാളും അബ്സോർപ്ഷൻ അതിന് കൂടുതലായിരിക്കും. അപ്പോൾ വെള്ളം അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന വെയിറ്റിൽ നമ്മുടെ സാൻഡിൽ, അഗ്രിഗേറ്റിൽ, വാട്ടറിൽ എന്ത് വ്യത്യാസമാണ് വരാൻ പോകുന്നത് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ എഫക്ട്സ് എന്താണ്? സോ കോസ് അഗ്രിഗേറ്റിൽ കാണും, ഫൈൻ അഗ്രിഗേറ്റിൽ കാണും, വാട്ടറിൽ കാണും. കോസ് അഗ്രിഗേറ്റിൽ എന്താ സംഭവിക്കുക, നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു സ്പോഞ്ചിന്റെ എക്സാമ്പിൾ പറഞ്ഞു അല്ലേ. സ്പോഞ്ച് നമ്മൾ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ സ്പോഞ്ചിൽ വെള്ളം അബ്സോർബ്ഡ് ആവും. അപ്പോൾ ആദ്യത്തെ സ്പോഞ്ചിന്റെ വെയിറ്റിനേക്കാളും കൂടുതൽ വെയിറ്റ് ആയിരിക്കില്ല ഇപ്പോൾ. സോ സ്പോഞ്ചിന്റെ വെയിറ്റിന്റെ കൂടെ ആ വാട്ടറിന്റെ വെയിറ്റും കൂടെ അഡീഷണൽ ആയിട്ട് വന്നു. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിസൈൻ ചെയ്ത സമയത്ത് എത്ര 1112 കിലോ സംതിങ് കിട്ടി. നമ്മൾ ആ 1112 കിലോയാണ് വെയിറ്റ് എടുക്കുന്നത്. പക്ഷെ ആ വെയിറ്റ് നമ്മൾ എടുത്തു, ആ വെയിറ്റ് നമ്മൾ എടുത്ത് മിക്സ് ചെയ്യുന്നു. ഓക്കെ, 1112 കിലോ അഗ്രിഗേറ്റ് നമ്മൾ മിക്സ് ഡിസൈൻ എടുത്തു, മിക്സ് ഡിസൈൻ ചെയ്തത് എടുത്തു. അതാണ് നമ്മൾ മിക്സ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഈ അഗ്രിഗേറ്റ് സാച്ചുറേറ്റഡ് അല്ലാത്തതുകൊണ്ട് അതിന് വാട്ടർ അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലെ കുറച്ച് ഇത് അങ്ങോട്ട് അബ്സോർബ് ചെയ്യും. സോ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി എടുത്തു, ആ ക്വാണ്ടിറ്റിയിൽ കുറച്ച് വാട്ടർ അബ്സോർബ് ചെയ്തെടുത്തു. അപ്പം അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്താ, അഗ്രിഗേറ്റിന്റെ മാസ് ഇൻക്രീസ് ചെയ്യും അല്ലെ.
അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറിന്റെ അകത്തോട്ട് വാട്ടർ വലിക്കുന്ന, അപ്പൊ അത് പുറത്ത് അവൈലബിൾ അല്ല. സോ ആ സ്ട്രക്ചറിന്റെ വെയിറ്റ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ അഗ്രിഗേറ്റിന്റെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ 1112 എടുത്ത സമയത്ത് അതിനേക്കാൾ കൂടുതൽ വെയിറ്റ് അഗ്രിഗേറ്റ് നമ്മുടെ മിക്സിൽ വരും. ഇനി ഫൈൻ അഗ്രിഗേറ്റിന്റെ കേസിലെടുത്താലോ, നമ്മൾ ഈ പറഞ്ഞതുപോലെ 800 സംതിങ് കിലോ ആയിരുന്നു ഫൈൻ അഗ്രിഗേറ്റ് ഉണ്ടായിരുന്നു അല്ലെ. അത്രയും നമ്മൾ ബാച്ച് ചെയ്തെടുത്തു. മിക്സ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളത്തിൽ കുറച്ച് ഈ ഫൈൻ അഗ്രിഗേറ്റ് അതിന്റെ ക്രിസ്റ്റൽ സ്ട്രക്ചറിലോട്ട് വലിച്ചെടുത്തു, അതായത് അബ്സോർബ് ചെയ്തു. അങ്ങനെ അബ്സോർബ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചേ? നമ്മൾ എടുത്തതിനേക്കാൾ കൂടുതൽ മാസ് ഫൈൻ അഗ്രിഗേറ്റിന് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു. സോ കോസ് അഗ്രിഗേറ്റിന്റെയും ഫൈൻ അഗ്രിഗേറ്റിന്റെയും മാസ് നമ്മുടെ മിക്സ് ഡിസൈനിൽ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതലാവാൻ സാധ്യതയുണ്ട്. എപ്പോ? വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ. ഇനി നമ്മുടെ മിക്സിങ് വാട്ടറിലോട്ട് വരാം. അപ്പൊ നമ്മൾ എത്ര കിലോ ആയിരുന്നു എടുത്തെന്ന് ഓർമ്മയുണ്ടോ? 150 കിലോഗ്രാം ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ നമ്മൾ 1 മീറ്റർ ക്യൂബിന് 150 കിലോഗ്രാം കണക്ക് കൂട്ടി ആ ഒരു റേഷ്യോയിലാണ് വെള്ളം എടുക്കുന്നത്. അപ്പൊ അത്രയും വാട്ടർ നമ്മൾ എടുത്തു വെച്ചു. ഈ പറയുന്ന പോലെ അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും സിമെന്റും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തു. ഇപ്പൊ ഇത് സാച്ചുറേറ്റഡ് അല്ല, ഇതിന് വാട്ടർ അബ്സോർബ് ചെയ്യാൻ കഴിവുണ്ട്. നമ്മൾ പറഞ്ഞു കോസ് അഗ്രിഗേറ്റ് വെള്ളം അബ്സോർബ് ചെയ്യുന്നു, ഫൈൻ അഗ്രിഗേറ്റ് വെള്ളം അബ്സോർബ് ചെയ്യുന്നു. കോസ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? നമുക്ക് ആക്ച്വൽ ആയിട്ട് കോൺക്രീറ്റിന്റെ ഹൈഡ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ അവൈലബിൾ ആയിട്ടുള്ള വാട്ടറിന്റെ ക്വാണ്ടിറ്റി കുറയും അല്ലെ. നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിച്ച വെള്ളം അത് ഫൈൻ അഗ്രിഗേറ്റും കോസ് അഗ്രിഗേറ്റും അബ്സോർബ് ചെയ്ത് അതിന്റെ മാസ്സായിട്ട് മാറി. അതുകൊണ്ട് മാസ് ഓഫ് കോസ് അഗ്രിഗേറ്റ് ഇൻക്രീസസ് ദാൻ ദ മിക്സ് ഡിസൈൻ, മാസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ഇൻക്രീസ്ഡ് ദാൻ ദാറ്റ് ഓഫ് ദ മിക്സ് ഡിസൈൻ. വാട്ടറിന്റെ കേസ് വന്നപ്പോഴോ നമ്മൾ ഉദ്ദേശിച്ച വെള്ളത്തെക്കാൾ കുറവേ ഇപ്പോൾ മിക്സ് ചെയ്ത വെള്ളത്തിൽ ഉള്ളൂ. പക്ഷെ ഇത് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല. കാരണം എന്താ? എല്ലാ റേഷ്യോയും മാറി, നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടീസ് ഒന്നും കിട്ടില്ല. മിക്സ് ഡിസൈനിന്റെ പർപ്പസ് എന്താ? നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോപ്പർട്ടീസ് നമുക്ക് നമ്മുടെ റിസൾട്ടിൽ കിട്ടണം. സോ നമ്മൾ ഉദ്ദേശിച്ച ക്വാണ്ടിറ്റി അല്ല ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും കോസ് അഗ്രിഗേറ്റ് വെയിറ്റ് ഇപ്പോൾ ഉണ്ട്, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും ഫൈൻ അഗ്രിഗേറ്റ് വെയിറ്റ് ഇപ്പോഴുണ്ട്, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വാട്ടറിന്റെ വെയിറ്റ് കുറവാണ്. അപ്പൊ നമ്മൾ ഇതിനെ കറക്ഷൻ ചെയ്യണം അല്ലെ. അപ്പോൾ അബ്സോർപ്ഷൻ നടക്കുന്ന കേസസിൽ നമുക്ക് സാച്ചുറേറ്റഡ് ഡ്രൈ കണ്ടീഷൻ അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റ് എല്ലാം നള്ളിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കറക്ഷൻസ് അപ്ലൈ ചെയ്യണം. എന്തൊക്കെയായിരിക്കും കറക്ഷൻസ്? സോ കോസ് അഗ്രിഗേറ്റിലും ഫൈൻ അഗ്രിഗേറ്റിലും വാട്ടറിലും കറക്ഷൻസ് ഉണ്ട്. ആ കറക്ഷൻസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞു കോസ് അഗ്രിഗേറ്റിന്റെ മാസ് ഇൻക്രീസ് ചെയ്യും. എങ്ങനെയാ മാസ് ഇൻക്രീസ് ചെയ്തത്? ഈ അവൈലബിൾ ആയിട്ടുള്ള മിക്സിംഗ് വാട്ടർ ഇത് അബ്സോർബ് ചെയ്ത് അതിന്റെ വെയിറ്റ് കൂടി. ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച വെയിറ്റിനേക്കാൾ കൂടുതൽ വെയിറ്റ് ഇപ്പോൾ വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എത്ര വെയിറ്റ് അബ്സോർബ് ചെയ്തോ അത്രയും വെയിറ്റ് ഈ അഗ്രിഗേറ്റിന്റെ വെയിറ്റിൽ നിന്ന് കുറയ്ക്കണം. എന്തിനാ കുറയ്ക്കുന്നത്? നമുക്കറിയാം നാളെ ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ അഗ്രിഗേറ്റിന് ഇത്രയും വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അബ്സോർബ് ചെയ്ത് അതിന്റെ വെയിറ്റ് എന്തായാലും ഇൻക്രീസ് ചെയ്യും. സോ ആ ഒരു ഇൻക്രീസ് നമ്മൾ ടോട്ടലിൽ നിന്ന് കുറച്ച് വെക്കുന്നു. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്താ? ഈ വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് അതിന് ആക്ച്വൽ ആയിട്ട് എത്ര വെയിറ്റ് വേണോ അത്രയും വെയിറ്റ് തന്നെ കറക്റ്റ് ആയിട്ട് നമ്മുടെ മിക്സ് പ്രോസസ്സ് കഴിയുമ്പോൾ കോൺക്രീറ്റിൽ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? മുന്നത്തെ എഫക്റ്റിൽ ഞാൻ പറഞ്ഞിരുന്നു കോൺക്രീറ്റ് നമ്മൾ 1112 കിലോയാണ് നമുക്ക് അഗ്രിഗേറ്റ് വേണ്ടത്. പക്ഷെ ആ 1112 കിലോയിനേക്കാൾ കൂടുതൽ അഗ്രിഗേറ്റ് വരും എപ്പോൾ? വാട്ടർ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത്. സോ ആ മിക്സിങ് സമയത്ത് എക്സ്ട്രാ വെയിറ്റ് വരുവാണ്. അപ്പൊ ആ എക്സ്ട്രാ വെയിറ്റ് വരുന്നത് നമ്മൾ ഒഴിവാക്കണം. അപ്പൊ അത് എന്താ ചെയ്യണേ? മിക്സ് ഡിസൈനിന്റെ സമയത്ത് തന്നെ ആ എക്സ്ട്രാ വരാൻ സാധ്യതയുള്ള വെയിറ്റ് നമ്മുടെ വെയിറ്റിൽ നിന്ന് നമ്മൾ ആദ്യം കുറച്ച് കളയും. അങ്ങനെ കുറച്ചാലുള്ള ബെനിഫിറ്റ് ഇപ്പം നമുക്ക് വേണ്ടതിനേക്കാൾ കുറഞ്ഞ ഒരു വെയിറ്റ് ആണ് നമ്മുടെ മിക്സിലുള്ളത്. ഇനി നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് വാട്ടർ അബ്സോർപ്ഷൻ നടന്നു വരുമ്പോൾ ആക്ച്വൽ ആയിട്ട് എത്ര വെയിറ്റ് വേണോ അത്ര വെയിറ്റേ കിട്ടത്തുള്ളൂ. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കറക്ഷൻ ചെയ്യുന്നത്. ഇപ്പൊ കോസ് അഗ്രിഗേറ്റിൽ എത്ര വാട്ടർ ആണോ അബ്സോർബ് ചെയ്യാൻ സാധ്യത, എത്ര വെയിറ്റ് വാട്ടർ ആണോ അബ്സോർബ് ചെയ്യാൻ സാധ്യത അത്രയും വെയിറ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. കോസ് അഗ്രിഗേറ്റ് അത്രയും വെയിറ്റ് നമ്മൾ കുറയ്ക്കണം നമ്മുടെ മിക്സ് ചെയ്യുന്നു. ഇതുപോലെ ഫൈൻ അഗ്രിഗേറ്റിന്റെ കേസിലും അത് തന്നെ. ഇപ്പൊ നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് 875 കിലോ ആണെങ്കിൽ ആ 875 കിലോ നമ്മൾ വെയിറ്റ് എടുത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് അബ്സോർപ്ഷൻ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? വാട്ടർ അബ്സോർബ് ചെയ്തിട്ട് അതിന്റെ വെയിറ്റ് ആക്ച്വൽ മിക്സിൽ കൂടും. അപ്പൊ ആ കൂടുതൽ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? ആദ്യം മിക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എത്ര വാട്ടറിന്റെ വെയിറ്റ് ആ ഫൈൻ അഗ്രിഗേറ്റ് അബ്സോർബ് ചെയ്യുമോ അത്രയും വെയിറ്റ് നമ്മൾ ഫൈൻ അഗ്രിഗേറ്റിന്റെ മിക്സ് ഡിസൈനിൽ കുറയ്ക്കണം. അപ്പൊ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അത് ബാലൻസ് ആയി പോയിക്കോളും.
അപ്പോൾ ഫൈൻ അഗ്രിഗേറ്റിനും അബ്സോർബ്ഡ് മാസ് ഡിഡക്ട് ചെയ്യണം. ഓക്കെ, ഇനി വാട്ടറിന്റെ കേസിലോ, വാട്ടർ നമ്മൾ പറഞ്ഞു ഒരു 150 കിലോഗ്രാം റേഷ്യോയിലാണ് നമ്മൾ വെള്ളം ഉദ്ദേശിക്കുന്നത് അല്ലേ, 1 മീറ്റർ ക്യൂബിന്. അപ്പൊ നമ്മൾ അത്രയും വെള്ളം എടുത്തിട്ട് മിക്സ് ചെയ്താൽ എന്താ കുഴപ്പം? അതിൽ കുറച്ച് വെള്ളം അഗ്രിഗേറ്റ് കൊണ്ടുപോകും, കുറച്ച് വെള്ളം മണലും കൊണ്ടുപോകും. സോ മണലും കല്ലും അതിന് വേണ്ട വെള്ളം എടുത്തോണ്ട് പോയി അതിന്റെ അബ്സോർപ്ഷൻ അനുസരിച്ച്. അപ്പൊ നമുക്ക് മിക്സ് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഹൈഡ്രേഷൻ നടക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും വാട്ടർ സിമെന്റ് റേഷ്യോയിലുള്ള വെള്ളം അവിടെ ഉണ്ടാവില്ല. ഓൾറെഡി വെള്ളം എവിടെ കൊണ്ടുപോയി? അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും കൊണ്ടുപോയി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി ആദ്യമേ ഈ രണ്ടെണ്ണത്തിന്റെ വാട്ടർ അബ്സോർപ്ഷൻ ഒക്കെ അറിഞ്ഞ് അതിനനുസരിച്ചുള്ള അഡീഷണൽ വാട്ടർ നമ്മുടെ വാട്ടർ ക്വാണ്ടിറ്റിയിൽ ആഡ് ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ അഡീഷണൽ വാട്ടർ അവർ അബ്സോർബ് ചെയ്ത് കൊണ്ടുപോകുള്ളൂ. അപ്പൊ അത്രയും നമുക്ക് ഉദ്ദേശിക്കുന്ന അത്രയും വാട്ടർ നമ്മുടെ മിക്സിൽ ബാക്കി ഉണ്ടാവും. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അബ്സോർബ്ഡ് മാസ് ഷുഡ് ബി ആഡഡ് ടു ദ വാട്ടർ. മനസ്സിലായല്ലോ അല്ലെ? സോ സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ടേബിൾ വാല്യൂസുമായിട്ട് മാച്ച് ആവത്തില്ല. സോ അഗ്രിഗേറ്റിന് എന്ത് സംഭവിക്കും? നമ്മൾ ബാച്ച് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയലിൽ വാട്ടറും കൂടെ അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ വെയിറ്റ് കൂടും, ഫൈൻ അഗ്രിഗേറ്റിനും കോസ് അഗ്രിഗേറ്റിനും. അപ്പൊ അത് ആക്ച്വൽ വാല്യൂസിലോട്ട് എത്താൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ അബ്സോർപ്ഷൻ എത്ര വരാൻ സാധ്യതയുണ്ടോ അത്രയും അബ്സോർബ്ഡ് വെയിറ്റ് നമ്മൾ അറൈവ് ചെയ്ത് മിക്സ് നിന്ന് കുറയ്ക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മിക്സ് ചെയ്ത സമയത്ത് ആ വാല്യൂ ആഡപ്പ് ആയിട്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ടാവും. വാട്ടറിൽ എന്താ സംഭവിക്കുക? നമ്മൾ ഉദ്ദേശിച്ച വാല്യൂ വാട്ടർ ഇത് വലിച്ചുകൊണ്ട് പോകും. അങ്ങനെ വലിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് എത്രത്തോളം അബ്സോർബ് ചെയ്യാൻ സാധ്യതയുണ്ടോ അത്രയും വാട്ടർ നമ്മൾ കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം അഡീഷൻ കറക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? വാട്ടറിൽ ചെയ്യണം. സോ ഇതാണ് ഒരു കേസ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ സാച്ചുറേറ്റഡ് കണ്ടീഷൻ ഓഫ് അഗ്രിഗേറ്റ്സ്. അടുത്തത് അഗ്രിഗേറ്റിലുള്ള ഫ്രീ മോയ്സ്ചർ കണ്ടന്റ് ആണ് അല്ലെ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അബ്സോർപ്ഷനെതിരെയാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ അതിന് വാട്ടറിന് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇനി സർഫസ് ഡ്രൈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ ഫ്രീ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാകാൻ പാടില്ല. ഫ്രീ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാച്ചുറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മോയ്സ്ചർ കണ്ടന്റ് അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. കാരണം ഞാൻ പറഞ്ഞു, ഇപ്പോഴും പറയുന്നു, ആ ടേബിളിൽ ഉപയോഗിക്കുന്ന എല്ലാം സാച്ചുറേറ്റഡ് കേസിലുള്ള വാല്യൂസ് ആണ്. ഇപ്പൊ സാച്ചുറേഷൻ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല, അത് ഓൾറെഡി നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തു. പക്ഷെ ഈ സാച്ചുറേറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ വാട്ടർ ഇപ്പൊ മഴ പെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും മാർഗത്തിലോ അതിലുണ്ടെന്ന് വിചാരിക്കുക. മഴ പെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് രണ്ടും നനഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഫ്രീ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടാവും. അങ്ങനെ ഫ്രീ മോയ്സ്ചർ കണ്ടന്റ് ഉള്ള അഗ്രിഗേറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ എന്ത് സംഭവിക്കും? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കോ. ഇഫ് നോട്ട് സർഫസ് ഡ്രൈ, ഇഫ് അഗ്രിഗേറ്റ്സ് ആർ നോട്ട് സർഫസ് ഡ്രൈ, എന്ത് സംഭവിക്കും? അഗ്രിഗേറ്റ്സ് വിൽ ഹാവ് അഡീഷണൽ മോയ്സ്ചർ അറ്റ് ദ സർഫസ് അല്ലേ. സോ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ മോയ്സ്ചർ കണ്ടന്റ് ആ അഗ്രിഗേറ്റിന്റെ സർഫസിൽ ഉണ്ടാവും. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ എഫക്റ്റാണ് ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ മിക്സ് ചെയ്തു, നമ്മൾ മിക്സ് പ്രൊപ്പോർഷൻസ് ഒക്കെ അറൈവ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ 1112 കിലോ കോസ് അഗ്രിഗേറ്റ്, 875 കിലോ ഫൈൻ അഗ്രിഗേറ്റ്, നമ്മുടെ വാട്ടർ എത്ര ഉണ്ടായിരുന്നു? 150 കിലോ വാട്ടർ. ഇത്രയാണെന്ന് വിചാരിക്കാം. ഇവിടെ പ്രശ്നം വരുന്നത് നമ്മുടെ അഗ്രിഗേറ്റ്സ് കുറച്ചു നേരം മഴയത്തായിരുന്നു കിടന്നത്. അപ്പൊ അതിൽ ഓൾറെഡി മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. ഈ മോയ്സ്ചർ കണ്ടന്റ് അടക്കമാണ് നമ്മൾ വെയിറ്റ് എടുക്കുന്നത്. ഓക്കെ, ഈ മോയ്സ്ചർ കണ്ടന്റ് അടക്കമാണ് വെയിറ്റ് എടുക്കുന്നത്. ഇത് ആക്ച്വലി അബ്സോർബ് ചെയ്ത് അതിന്റെ സ്ട്രക്ചറിലൊന്നും പോകുന്നില്ല, അതിന്റെ പുറത്ത് വെറുതെ കിടക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മളൊരു ചട്ടിയിൽ കല്ലെടുക്കുമ്പോൾ ആ കല്ലിന്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ അഡീഷണൽ ആയിട്ടുണ്ട്. ഇപ്പൊ മണലെടുക്കുകയാണെങ്കിൽ മണലിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് കുറച്ച് വെള്ളവും കൂടി ഉണ്ട്. ഇപ്പൊ ആക്ച്വലി എന്താ സംഭവിക്കുക? നമ്മൾ 1112 കിലോഗ്രാം കല്ലിനെയാണ് തൂക്കുന്നത്. പക്ഷെ അവിടെ കല്ല് മാത്രമല്ല ഉള്ളത്, എന്താ ഉള്ളത്? അഡീഷണൽ വെള്ളമുണ്ട്. അപ്പൊ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? കോസ് അഗ്രിഗേറ്റിന്റെ വെയിറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കുറവായിരിക്കും. കാരണം എന്താ? അതിൽ അഡീഷണൽ ആയിട്ട് വാട്ടർ ഉണ്ട്. നമ്മൾ ഈ 1112 കിലോഗ്രാം ഉദ്ദേശിച്ചെടുക്കുമ്പോൾ അവിടെ അഗ്രിഗേറ്റ് മാത്രമല്ല ഉള്ളത്, അതിൻ്റെ കൂടെ കുറച്ച് ഫ്രീ മോയ്സ്ചർ കണ്ടന്റ് കൂടി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കുറച്ച് വെയിറ്റ് ആണ് കോസ് അഗ്രിഗേറ്റിന് ഉണ്ടാകത്തുള്ളൂ നമ്മുടെ ആക്ച്വൽ മിക്സിൽ. ഇനി ഫൈൻ അഗ്രിഗേറ്റിന്റെ കേസിൽ വരുമ്പോൾ ഇതുപോലെ ഫൈൻ അഗ്രിഗേറ്റ് നനഞ്ഞു കിടക്കുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് എടുക്കുന്ന സമയത്ത് ഫൈൻ അഗ്രിഗേറ്റ് മാത്രമല്ല ഉള്ളത്, അതിൻ്റെ അകത്ത് വെള്ളമുണ്ട് അല്ലേ. സോ ആ വാട്ടർ കൂടെ നമ്മൾ വെയിറ്റ് എടുത്തിട്ടുണ്ടാവും. സോ ആക്ച്വൽ നമുക്ക് വേണ്ട ഫൈൻ അഗ്രിഗേറ്റ് കണ്ടന്റിനേക്കാൾ കുറവ് ഫൈൻ അഗ്രിഗേറ്റ് ആയിരിക്കും നമ്മൾ ബാച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടാവും. സോ ഫൈൻ അഗ്രിഗേറ്റിന്റെ മാസും ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവും. ഇനി വെള്ളത്തിലോട്ട് വരാം. വെള്ളത്തിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കാം?
നമ്മൾ എന്തായാലും നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി 150 കിലോഗ്രാം മീറ്റർ ക്യൂബ് എടുത്തു വെച്ചു എന്ന് വിചാരിക്കുക. ഇനി കോഴ്സ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും നനഞ്ഞു കിടന്ന് നമ്മളെടുത്ത് തൂക്കി. ഓക്കെ, നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എടുത്തു. ആ വെയിറ്റ് ചെയ്തെടുത്തപ്പോൾ ഈ കോഴ്സ് അഗ്രിഗേറ്റിലും ഫൈൻ അഗ്രിഗേറ്റിലും എക്സ്ട്രാ ആയിട്ട് എന്തുണ്ട്? അതിന്റെ സർഫസിലുള്ള ഫ്രീ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട്. മഴ പെയ്തിട്ടോ എന്തെങ്കിലും കാരണം കൊണ്ടോ വന്ന വെള്ളമുണ്ട്. ഈ വെള്ളവും കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? മിക്സിങ്ങിന് വേണ്ടി വരും. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന വാട്ടർ കണ്ടന്റിനേക്കാൾ കൂടുതൽ വാട്ടർ കണ്ടന്റ് എവിടെ ഉണ്ടാവും? നമ്മുടെ മിക്സിൽ ഉണ്ടാവും. സോ മാസ് ഓഫ് വാട്ടർ ഇൻക്രീസസ് ദാൻ വാട്ട് വി ഹാവ് ഡിസൈൻ. മനസ്സിലായല്ലോ അല്ലെ 3 കാര്യങ്ങൾ? ഇപ്പൊ സർഫസ് മോയ്സ്ചർ ഉണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് എടുക്കുമ്പോൾ കോഴ്സ് അഗ്രിഗേറ്റിന്റെയും ഫൈൻ അഗ്രിഗേറ്റിന്റെയും കൂടി അഡീഷണൽ വാട്ടർ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന അഗ്രിഗേറ്റ് കണ്ടന്റ് അല്ല നമുക്ക് കിട്ടുക. അഗ്രിഗേറ്റ് വെയിറ്റ് എടുക്കുന്ന സമയത്ത് അഗ്രിഗേറ്റിനോട് വെള്ളവും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ എടുക്കുന്നത് കുറഞ്ഞ അഗ്രിഗേറ്റ് വാല്യൂ ആണ്. ഓക്കെ, ഇനി വാട്ടറിന്റെ കേസ് വന്നാലോ? വാട്ടർ കറക്റ്റ് വാല്യൂ നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ എടുത്തു കഴിഞ്ഞാലും ഈ ഫൈൻ അഗ്രിഗേറ്റിന്റെയും കോഴ്സ് അഗ്രിഗേറ്റിന്റെയും കൂടെ വന്ന വെള്ളവും കൂടെ നമ്മുടെ മിക്സിലുണ്ടാവും. അപ്പൊ ടോട്ടൽ വാട്ടർ ആ മിക്സിൽ കൂടും. സോ മാസ് ഓഫ് വാട്ടർ ഇൻക്രീസസ്, മാസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് ഡിക്രീസസ്, മാസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് ഡിക്രീസസ്. ഇനി ഇതിന് കറക്ഷൻ ചെയ്യണം അല്ലേ? അപ്പൊ നമുക്കിത് അക്സെപ്റ്റബിൾ അല്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂവിനേക്കാൾ കുറവ് അഗ്രിഗേറ്റ്സ് വരുന്നതോ കൂടുതൽ വാട്ടർ വരുന്നതോ ഒരിക്കലും അഡ്മിസിബിൾ അല്ല. കാരണം നമ്മുടെ പ്രോപ്പർട്ടീസിനെ ബാധിക്കും. ഇപ്പൊ നമ്മൾ ഇത് വരാൻ സാധ്യതയുണ്ട് എന്നറിയാവുന്നത് കൊണ്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് മിക്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് കറക്ഷൻസ് ചെയ്യണം. അപ്പൊ എന്തൊക്കെ കറക്ഷൻ ആയിരിക്കണം? നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. നേരത്തെ മാസ് ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ മാസ് ഡിഡക്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു കോഴ്സ് അഗ്രിഗേറ്റിൽ. വാട്ടറിൽ മാസ് ഡിക്രീസ്ഡ് ആയതുകൊണ്ട് എത്ര ഡിക്രീസ് ആവുന്നോ അത് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണമായിരുന്നു. അതുപോലെ ഇവിടെ എന്ത് ചെയ്യണം? അഗ്രിഗേറ്റിന്റെ മാസ് കുറയാണ്. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വെള്ളവും കൂടെ ഇതിൻ്റെ അകത്തുണ്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ആ വെള്ളത്തിന്റെ വെയിറ്റ് ആക്ച്വലി നമ്മൾ ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിട്ട് കോഴ്സ് അഗ്രിഗേറ്റിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ സർഫസ് മോയ്സ്ചർ ഷുഡ് ബി ആഡഡ് ടു ദ മാസ് ഓഫ് ദ കോഴ്സ് അഗ്രിഗേറ്റ്. സർഫസ് മോയ്സ്ചറിന്റെ മാസ് എത്രയാണോ അത് ഉണ്ടാവും, അതിന്റെ സർഫസ് മോയ്സ്ചർ കണ്ടന്റ് എത്രയാണോ ആ മോയ്സ്ചർ കണ്ടന്റ് ആ വെയിറ്റ് നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റിന്റെ കൂടെ ആദ്യമേ ആഡ് ചെയ്യണം. അപ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താ? നമ്മൾ എക്സ്ട്രാ ആയിട്ട് നമുക്ക് നഷ്ടപ്പെട്ട അഗ്രിഗേറ്റ് ഇപ്പൊ 1112 വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 120 കിലോ വെള്ളവും ബാക്കി 1000 കിലോ അഗ്രിഗേറ്റ് ആണെന്ന് വിചാരിക്കുക. മനസ്സിലായോ? നമ്മൾ വെയിറ്റ് എടുക്കുകയാണ്. വെയിറ്റ് എടുക്കുന്ന സമയത്ത് 1000 കിലോ കോഴ്സ് അഗ്രിഗേറ്റ് ആണ് ഉള്ളത്, ബാക്കി 120 കിലോ വെള്ളമായിരുന്നു. നമുക്ക് ആക്ച്വലി വേണ്ട 1120 കിലോ കോഴ്സ് അഗ്രിഗേറ്റ് ആണ്. ഇപ്പൊ 120 കിലോ കോഴ്സ് അഗ്രിഗേറ്റ് നമുക്ക് മിസ്സിംഗ് ആണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് 1120 പകരം 1120 പ്ലസ് ഈ 120 എത്രയാണോ നഷ്ടമാവാൻ ചാൻസ്, ആ നഷ്ടമാവാൻ ചാൻസ് ഉള്ളത് കൂടെ കോഴ്സ് അഗ്രിഗേറ്റിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. സോ ഫോർ കോഴ്സ് അഗ്രിഗേറ്റ് വി ഹാവ് ടു ആഡ് അപ്പ് ദാറ്റ് ക്വാണ്ടിറ്റി. ഫൈൻ അഗ്രിഗേറ്റിന് ഇതേപോലെ ആ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കണം. വാട്ടറിന്റെ കേസ് വരുമ്പോൾ എന്താ ചെയ്യണ്ടേ? നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വാട്ടർ ഇവിടെ വരുന്നത് കോഴ്സ് അഗ്രിഗേറ്റിൽ നിന്ന് വരും, ഫൈൻ അഗ്രിഗേറ്റിൽ നിന്ന് വരും. അപ്പൊ എത്ര വാല്യൂ ആണോ ആ അഡീഷണൽ ആയിട്ട് വരുന്നത്, ആ അഡീഷണൽ ആയിട്ട് വരുന്ന വാല്യൂ നമ്മൾ മിക്സ് ചെയ്ത വാട്ടറിനേക്കാൾ കുറയ്ക്കണം. സോ സർഫസ് മോയ്സ്ചർ ഷുഡ് ബി ഡിഡക്റ്റഡ് ഇൻ കേസ് ഓഫ് വാട്ടർ. സോ സർഫസ് ഡ്രൈ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഇതാണ്. കോഴ്സ് അഗ്രിഗേറ്റിലും ഫൈൻ അഗ്രിഗേറ്റിലും അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് ആഡ് ചെയ്ത് കൊടുക്കണം. വാട്ടറിന്റെ കേസിൽ ആ മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കണം. ഈ കറക്ഷൻസ് ആണ് നമ്മൾ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലത്തിൽ ചെയ്യുന്നത്. ഇത് സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷൻ അല്ല എന്ന് സ്പെസിഫൈ ചെയ്തെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ ലാസ്റ്റത്തെ ഫുട് നോട്ട് എഴുതാൽ മതി. നോട്ട് 1 ഓൾ അഗ്രിഗേറ്റ് ഷുഡ് ബി ഇൻ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷൻ എന്ന് പറഞ്ഞൊരു നോട്ട് എഴുതിയിട്ടാൽ മതി. സോ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ മാത്രം ഈ കറക്ഷൻസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ആ കറക്ഷൻ ചെയ്യാറ്? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം വെച്ച് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സപ്പോസ് ഇൻ ദ പ്രീവിയസ് പ്രോബ്ലം ഇഫ് ദ അഗ്രിഗേറ്റ്സ് ആർ നോട്ട് ഇൻ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷൻ. നേരത്തെ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷനിലാണ് നമ്മൾ ആ പ്രോബ്ലം ചെയ്ത്. ഇനി അതല്ല എന്ന് വിചാരിക്കാം. അതല്ലെങ്കിൽ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷനിലുള്ള അതിന്റെ അബ്സോർപ്ഷൻ വാല്യൂസ് ഒക്കെ ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. വാട്ടർ അബ്സോർപ്ഷൻ 0.5, ഫൈൻ അഗ്രിഗേറ്റിന്റെ 1, കോഴ്സ് അഗ്രിഗേറ്റിന് ഫ്രീ മോയ്സ്ചർ കണ്ടന്റ് ഇല്ല, ഫൈൻ അഗ്രിഗേറ്റിന് ഫ്രീ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ട് 2%. ഇപ്പൊ നമ്മൾ ഇത് കൺസിഡർ ചെയ്യാതെ കണ്ടുപിടിച്ച വാല്യൂസ് ആയിരുന്നു ഇത് അല്ലെ. 874 കിലോഗ്രാം ഫൈൻ അഗ്രിഗേറ്റ് വേണം,
1112.5 കിലോഗ്രാം കോസ് അഗ്രിഗേറ്റ് വേണം, 180 കിലോഗ്രാം വാട്ടറും വേണം ആക്ച്വലി നമ്മുടെ മിക്സിൽ. പക്ഷേ ഇത് സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷനിലല്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത പോലെ വോളിയം ഇൻക്രീസും വെയിറ്റ് ഡിക്രീസും എല്ലാം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മളത് നമ്മുടെ മിക്സ് ഡിസൈനിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ടല്ലോ, നമ്മൾ മിക്സ് കാൽക്കുലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ഉണ്ടല്ലോ, അവിടെയാണ് ഇത് ചെയ്യുക. അപ്പൊ നമ്മൾ ആക്ച്വലി ചെയ്ത സ്റ്റെപ്പുകൾ അനുസരിച്ച് ഇവിടം വരെ നമ്മൾ അറൈവ് ചെയ്തു. 874 കിലോഗ്രാം ഫൈൻ അഗ്രിഗേറ്റ് വേണം, 1112 കിലോഗ്രാം കോസ് അഗ്രിഗേറ്റ് വേണം, 150 കിലോഗ്രാം വാട്ടർ വേണമെന്ന് നമ്മൾ അറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ കറക്ഷൻസ് അപ്ലൈ ചെയ്യുക. ഇനി കറക്ഷൻസ് എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. സോ ഒരു ടേബിൾ വരയ്ക്കാം. കറക്ഷൻസ്, റീസൺ ഫോർ കറക്ഷൻ, വാട്ടർ അബ്സോർപ്ഷൻ ആവാം, സർഫസ് മോയ്സ്ചർ ആവാം, ടോട്ടൽ കറക്ഷൻ, ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്, വാട്ടർ. നമ്മൾ ആദ്യം ഫൈൻ അഗ്രിഗേറ്റിന് എടുക്കുന്നു. ഫൈൻ അഗ്രിഗേറ്റിന്റെ വാട്ടർ അബ്സോർപ്ഷൻ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷനിലുള്ള വാട്ടർ അബ്സോർപ്ഷൻ വാല്യൂ 0.5% ആണ്. അത് ഓൾറെഡി ഇൻകോർപ്പറേറ്റഡ് ആണ്. പക്ഷേ ഇവിടെ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷൻ അല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ വാട്ടർ അബ്സോർപ്ഷനും കൂടെ കൺസിഡർ ചെയ്യണം. ഇപ്പൊ ഫൈൻ അഗ്രിഗേറ്റിന്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് 1%. 1% എന്ന് പറഞ്ഞാൽ 874 കിലോഗ്രാം ഉണ്ടെങ്കിൽ ആ 874 കിലോഗ്രാമിന്റെ 1% വെള്ളം അതിന് അബ്സോർബ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട്. മനസ്സിലായോ? 874 കിലോഗ്രാം അഗ്രിഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ അഗ്രിഗേറ്റിന് 1% ഓഫ് ദിസ് വെയിറ്റ്, 874ന്റെ 1% വെയിറ്റ് വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടെന്നാണ് വാട്ടർ അബ്സോർപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എത്ര വാട്ടർ അബ്സോർബ് ചെയ്യാൻ സാധ്യതയുണ്ട്? 874 ഇൻറ്റു 0.001 അല്ലെ, 1% എന്ന് പറഞ്ഞാൽ 1/100. അപ്പൊ 874 ഇൻറ്റു 1/100 8.74. സോ 8.74 കിലോഗ്രാം വാട്ടർ ഈ ഫൈൻ അഗ്രിഗേറ്റിന്റെ സ്ട്രക്ചറിലോട്ട് അഡീഷണൽ ആയിട്ട് വരുന്നു. അപ്പൊ വാട്ടർ അബ്സോർപ്ഷൻ വരുമ്പോൾ സാധാരണ എന്താ സംഭവിക്കുക? നമ്മൾ വെയിറ്റ് എടുക്കുന്നു. വെയിറ്റ് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ എത്രയാണ് വേണ്ടത്? 874 കിലോഗ്രാം വേണം അല്ലേ? അപ്പൊ 874 കിലോഗ്രാം ആണ് നമ്മൾ മിക്സിൽ വേണ്ടത്. ഇപ്പൊ 874 കിലോഗ്രാം ഉദ്ദേശിച്ച് നമ്മൾ ഈ ഫൈൻ അഗ്രിഗേറ്റിന്റെ വെയിറ്റ് എടുക്കുന്നു. വെയിറ്റ് എടുക്കുന്ന സമയത്ത് ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് മിക്സ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ മിക്സിംഗ് വാട്ടറിലെ 8.74 കിലോഗ്രാം വെള്ളം ഈ ഫൈൻ അഗ്രിഗേറ്റ് വലിച്ചെടുക്കും. 8.74 കിലോഗ്രാം വെള്ളം ഈ ഫൈൻ അഗ്രിഗേറ്റ് അതിന്റെ സ്ട്രക്ചറിലോട്ട് വലിച്ചെടുക്കും. അപ്പോൾ ടോട്ടൽ വെയിറ്റ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് കൂടും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ വാല്യൂ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെക്കണം ആദ്യമേ. അപ്പൊ നമുക്ക് 874 ഉപയോഗിക്കാൻ പറ്റില്ല. 874നേക്കാൾ കുറഞ്ഞ വാല്യൂ ഉള്ള അഗ്രിഗേറ്റ് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇതാണ് കറക്ഷൻ. അതുകൊണ്ടാണ് വാട്ടർ അബ്സോർപ്ഷനിൽ നെഗറ്റീവ് കറക്ഷൻ വരുന്നത്. ഇനി കോസ് അഗ്രിഗേറ്റ് എടുക്കുക. കോസ് അഗ്രിഗേറ്റിൽ എന്താ സംഭവിക്കുന്നത്? വാട്ടർ അബ്സോർപ്ഷൻ 0.5% ആണ്. അപ്പൊ 1112.5 കിലോഗ്രാം കോസ് അഗ്രിഗേറ്റ് ഉണ്ട്. അതിന്റെ 5% വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ 5% വാട്ടർ 0.5% വാട്ടർ അബ്സോർബ് ചെയ്യുന്നു. അപ്പൊ എത്ര വാട്ടർ അബ്സോർബ് ചെയ്തിട്ടുണ്ടാവും? 1112.5 ഇൻറ്റു 0.005. 1112.5 ഇൻറ്റു 0.005, അതായത് 0.5/100. അപ്പൊ ഇത്രയും വാട്ടർ അത് അബ്സോർബ് ചെയ്തെടുക്കും. അതായത് നമ്മൾ 1112.5 കിലോഗ്രാം വെയിറ്റ് എടുത്തു. അത് വെയിറ്റ് എടുത്തിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മിക്സിംഗ് വാട്ടറിൽ നിന്ന് 5.56 കിലോഗ്രാം വെള്ളവും കൂടെ വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ആ അഗ്രിഗേറ്റിനുണ്ട്. അപ്പൊ നമ്മൾ ഫൈനൽ മിക്സ് വരുമ്പോൾ ഈ 1116.5ന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് ഈ 5.56ഉം കൂടെ കോസ് അഗ്രിഗേറ്റിന്റെ വെയിറ്റ് വരും. അപ്പൊ നമുക്കത് അഡ്മിസിബിൾ അല്ല. ആ വെയിറ്റ് നമുക്ക് ഒഴിവാക്കണം അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം മിക്സ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം? ഈ 5.56 കിലോഗ്രാം ഈ വെയിറ്റിൽ നിന്ന് കുറയ്ക്കണം. അതുകൊണ്ട് കറക്ഷൻ ഈസ് നെഗറ്റീവ്. ഇനി വെള്ളത്തിലോട്ട് വരാം. വെള്ളത്തിലോട്ട് വരുമ്പോൾ നമുക്ക് വേണ്ടത് 150 കിലോഗ്രാം ആണ്. ഇവിടെ നോക്കിക്കേ, ഈ 150 കിലോഗ്രാമിൽ 8.74 ഫൈൻ അഗ്രിഗേറ്റ് എടുക്കും, 5.56 കോസ് അഗ്രിഗേറ്റും എടുക്കും അല്ലെ, സാച്ചുറേറ്റഡ് കണ്ടീഷനിൽ അല്ലെങ്കിൽ. സോ ഇത്രയും വെയിറ്റ് വാട്ടർ ഈ ഫൈൻ അഗ്രിഗേറ്റിലും കോസ് അഗ്രിഗേറ്റിലും പോയി. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന വാട്ടർ കണ്ടന്റിനേക്കാൾ കുറഞ്ഞ വാട്ടർ കണ്ടന്റ് നമുക്ക് ആക്ച്വൽ മിക്സിൽ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം മിക്സ് ഡിസൈനിൽ എന്ത് ചെയ്യണം? ഈ പോകുന്ന വാട്ടർ നമുക്ക് ആദ്യം അറിയാം. 8.74 ഫൈൻ അഗ്രിഗേറ്റും ഉണ്ടാവും, 5.56 കോസ് അഗ്രിഗേറ്റും ഉണ്ടാവും. സോ ഇത് രണ്ടും കൂടെ കൂട്ടി ഇത്രയും വാട്ടർ നമ്മുടെ ആക്ച്വൽ വാട്ടർ കണ്ടന്റിൽ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെ. സോ +14.3,
8.74 ഫൈൻ അഗ്രിഗേറ്റ് കൊണ്ടുപോകുന്നതും 5.56 കോസ് അഗ്രിഗേറ്റ് കൊണ്ടുപോകുന്നതും കൂടെ ആഡ് ചെയ്യുക. സോ 14.3 നമ്മൾ അഡീഷണൽ ആയിട്ട് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അടുത്ത സർഫസ് മോയ്സ്ചർ ആണ്. സർഫസ് മോയ്സ്ചർ കോസ് അഗ്രിഗേറ്റിന് നില്ല്, ഫൈൻ അഗ്രിഗേറ്റിന് 2%. അപ്പൊ നമ്മൾ പുറത്തിട്ട സമയത്ത് മഴ പെയ്തപ്പോൾ ഫൈൻ അഗ്രിഗേറ്റിൽ 2% വെള്ളം കൂടി. അപ്പൊ അതെങ്ങനെ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യും? സർഫസ് മോയ്സ്ചർ വന്നാലുള്ള കുഴപ്പം എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമ്മൾ വെയിറ്റ് എടുക്കാൻ പോവാണ്. വെയിറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി 874 കിലോഗ്രാം സാൻഡ് ആണ് വേണ്ടത്. നമ്മൾ 874 കിലോഗ്രാം സാൻഡ് ഉദ്ദേശിച്ച് ഈ നനഞ്ഞ മണലിന്റെ വെയിറ്റ് എടുക്കുന്നു. നനഞ്ഞ മണലിന്റെ വെയിറ്റ് എടുക്കുമ്പോൾ ഉള്ള കുഴപ്പം എന്താ? ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത് 874 കിലോഗ്രാമും മണൽ വേണമെന്നാ. പക്ഷെ ആ മണലിന്റെ അകത്ത് വെള്ളമുണ്ട്. അപ്പൊ മണൽ പ്ലസ് വെള്ളമുള്ള 874 കിലോഗ്രാം ആണ് നമ്മൾ വെയിറ്റ് എടുക്കുക, അല്ലെ? അപ്പൊ എത്ര വെള്ളം അതിൻ്റെ അകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്? 2% അതിന്റെ ഫ്രീ മോയ്സ്ചർ കണ്ടന്റ്. അപ്പൊ 874-ന്റെ 2% വെള്ളം നമ്മൾ വെയിറ്റ് എടുക്കുന്ന സമയത്ത് അതിലുണ്ടാവാൻ സാധ്യതയുണ്ട്. സോ 874 ഇൻറ്റു 0.02 വിച്ച് ഈസ് 17.48 കിലോഗ്രാം. മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ നമ്മൾ വെയിറ്റ് എടുക്കാൻ പോവാണ് 874 കിലോഗ്രാം മനസ്സിൽ വെച്ചിട്ട്. അപ്പൊ 874 കിലോഗ്രാം മനസ്സിൽ വെച്ച് വെയിറ്റ് എടുക്കുന്ന സമയത്ത് അതില് ഈ 874 കിലോഗ്രാം മുഴുവൻ സാൻഡ് അല്ല, 17.48 കിലോഗ്രാം എന്തുണ്ടാവും? വെള്ളവും ഉണ്ടാവും. അപ്പൊ അഡീഷണൽ ആയിട്ട് ഇത്രയും വാട്ടർ വരുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫൈൻ അഗ്രിഗേറ്റ് ക്വാണ്ടിറ്റി അതിൻ്റെ അകത്ത് ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ എത്ര വെള്ളമാണോ അതിന്റെ മോയ്സ്ചർ കണ്ടന്റ് ആയിട്ടുള്ളത് അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. സോ കറക്ഷൻ ഫോർ ഫൈൻ അഗ്രിഗേറ്റ് ഈസ് 17.48 കിലോഗ്രാം. അത്രയും സാൻഡ് നമ്മൾ അഡീഷണൽ ആയിട്ട് കരുതണം. അതാണ് പ്ലസ് വന്നത്. ഇനി കോസ് അഗ്രിഗേറ്റിൽ ഇവിടെ വാല്യൂ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ 0 എടുക്കുന്നു. ഇല്ലെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റ് ചെയ്ത പോലെ ചെയ്യാം. ഇനി വാട്ടറിന്റെ കേസിലോട്ട് വരുമ്പോഴോ, നമ്മൾ പറഞ്ഞു നമ്മളിങ്ങനെ വെയിറ്റ് എടുത്ത സമയത്ത് 17.48 കിലോഗ്രാം വെള്ളം അവിടെ അഡീഷണൽ ആയിട്ട് വന്നു. ആ വെള്ളം നമ്മുടെ മിക്സിലോട്ട് വരും. അപ്പൊ നമ്മൾ 150 കിലോഗ്രാം ആദ്യം എടുത്താൽ എന്ത് സംഭവിക്കും? ആ 150 കിലോഗ്രാമിന്റെ കൂടെ ഈ 17.48 അഡീഷണൽ ആയിട്ട് വരും, അല്ലെ? അപ്പോൾ 150-ഉം 10-ഉം 167 കിലോ വെള്ളം വന്നു. അപ്പൊ വാട്ടർ കണ്ടന്റ് കൂടി. അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടീസിലൊക്കെ ബാധിക്കില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എത്ര വാട്ടർ കണ്ടന്റ് ആണോ സർഫസ് മോയ്സ്ചർ ആയിട്ടുള്ളത് അത് നമ്മുടെ ടോട്ടൽ വാട്ടറിൽ നിന്ന് കുറയ്ക്കണം. സോ ദ കറക്ഷൻ ഫോർ സർഫസ് മോയ്സ്ചർ ഇൻ വാട്ടർ ഈസ് നെഗറ്റീവ്, അല്ലെ? -17.48. അപ്പൊ ഈ രണ്ട് കേസസും ഉണ്ടെങ്കിൽ അതിന് ടോട്ടൽ കറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഫൈൻ അഗ്രിഗേറ്റിന്റെ കേസിൽ 17.48 മൈനസ് 8.74 നിങ്ങൾക്ക് 8.74 കിട്ടും. കോസ് അഗ്രിഗേറ്റിന്റെ കേസിൽ -5.56, അപ്പോൾ -5.56 ആണ് കറക്ഷൻ. വാട്ടറിന്റെ കേസിൽ -3.18. ഇത്രയാണ് ടോട്ടൽ കറക്ഷൻ വരുന്നത്. അപ്പൊ നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും കറക്ഷൻസ് ചെയ്തെടുക്കണം. അതായിരിക്കണം നമ്മുടെ ഫൈനൽ വാല്യൂസ്. സർഫസ് സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്ക് നോക്കാം. കറക്റ്റഡ് എമൗണ്ട് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് എത്രയായിരിക്കും? ഈ 874 കൂടെ ഈ കറക്ഷൻ അപ്ലൈ ചെയ്യാം. ഇവിടെ പോസിറ്റീവ് കറക്ഷൻ ആണ്. സോ 874 പ്ലസ് 8.74 എത്രയായി? 882.74 കിലോഗ്രാം. ഓക്കെ, സോ കറക്ഷൻ ആഡ് ചെയ്തു. കോസ് അഗ്രിഗേറ്റിന്റെ കാര്യത്തിലും അതുപോലെ 1112.5 മൈനസ് 5.56. ഇവിടെ കറക്ഷൻ നെഗറ്റീവ് ആണ്, അതുകൊണ്ട് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുന്നു. 1106.94. അടുത്ത വാട്ടറിന്റെ കേസ് എടുത്താലോ? എമൗണ്ട് ഓഫ് വാട്ടർ 150 മൈനസ് 3.18, സോ 146.82 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റി എടുത്താണ് നമ്മൾ ഇനി മിക്സ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന സർഫസ് അബ്സോർപ്ഷനും അതുപോലെ സർഫസ് മോയ്സ്ചർ കണ്ടന്റും ഒക്കെ അഡ്ജസ്റ്റഡ് ആയിട്ട് പോയിട്ട് നമ്മൾ എത്രയാണോ ആക്ച്വൽ ആയിട്ട് ഉദ്ദേശിക്കുന്നത് അത്രയും ക്വാണ്ടിറ്റി ഓരോ മെറ്റീരിയൽസും ആ മിക്സിൽ വരും. അതുകൊണ്ട് നമുക്ക് ആക്ച്വൽ പ്രോപ്പർട്ടീസ് കിട്ടും. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, നിങ്ങളോട് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും താഴെ എഴുതുക നോട്ട് 1 all the aggregates should be in saturated surface dry condition എന്നൊരു സെന്റൻസ് എഴുതി വെച്ചാൽ മതി. ഓക്കെ, സോ ഇതാണ് ഒന്നാമത്തെ അഡീഷണൽ ഫാക്ടർ. രണ്ടാമത്തെ അഡീഷണൽ ഫാക്ടർ എന്ന് പറയുന്നത് ഇഫ് ദ കോൺക്രീറ്റ് ഹാസ് 2 fractions ഓഫ് കോസ് അഗ്രിഗേറ്റ് എന്ന് വെച്ചാൽ, ഞാനൊരു ഉദാഹരണം വെച്ച് കാണിക്കാം. ഞാൻ അന്ന് പ്രോബ്ലം ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞു ചിലപ്പോൾ ഒരു ടേബിൾ ആയിട്ട് നിങ്ങൾക്ക് സീവ് അനാലിസിസിന്റെ വാല്യൂ തരാറുണ്ടെന്ന്. അങ്ങനെ തരാൻ സാധ്യതയുള്ള ഒരു ടേബിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ISCU സൈസ്, അനാലിസിസ് ഓഫ് കോസ് അഗ്രിഗേറ്റ് ഫാഷൻ, പെർസെൻറ്റേജ് ഓഫ് ഡിഫറെന്റ് ഫാഷൻസ്. ഇപ്പൊ ഈ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ടോട്ടൽ അഗ്രിഗേറ്റ്സ് എടുക്കുന്നു. ഓക്കെ, ഇതാണ് നമുക്ക് ആ കോൺക്രീറ്റിൽ വേണ്ട ടോട്ടൽ അഗ്രിഗേറ്റ്.
ആ ടോട്ടൽ അഗ്രിഗേറ്റിനെ 2 ഫ്രാക്ഷൻ ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ 20 to 10 mm സൈസ് വരുന്ന ഒരു സാമ്പിള്, 10 to 4.75 mm വരുന്ന ഒരു സാമ്പിള്. ഓക്കെ, ഫ്രാക്ഷൻ 1 എന്ന് പറഞ്ഞാൽ 20 to 10 mm. അപ്പോൾ ഇച്ചിരി സൈസ് കൂടുതലുള്ള അഗ്രിഗേറ്റ്സ് ഉള്ള ഒരു ഫ്രാക്ഷൻ, അത് 60%. ഇതിന്റെ ടോട്ടൽ 60% 20 to 10 mm അഗ്രിഗേറ്റ് ഉള്ള ഒരു ഫ്രാക്ഷൻ ആണ്. ഇനി ബാക്കിയുള്ള 40% 10 to 4.75, അതായത് ചെറിയ സൈസ് അഗ്രിഗേറ്റ്സ് ഉള്ള ഒരു ഫ്രാക്ഷൻ ആണ് അല്ലെ. നമുക്ക് ആക്ച്വലി എല്ലാം 20 mm ആക്ച്വലി എല്ലാം 10 mm എടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റേഞ്ച് വരുന്നത്. അപ്പൊ 20 mm to 10 mm റേഞ്ചിലുള്ള ഒരു അഗ്രിഗേറ്റ് ഫ്രാക്ഷൻ, 10 mm to 4.75 mm ഉള്ള വേറൊരു അഗ്രിഗേറ്റ് ഫ്രാക്ഷൻ. ഇത് എന്തിനായിരിക്കും ചെയ്യുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പല സൈസുള്ള അഗ്രിഗേറ്റ് ഉണ്ടെങ്കിലുള്ള ബെനിഫിറ്റ് എന്താ? അതിന്റെ വോയിഡ്സ് ഓട്ടോമാറ്റിക്കലായിട്ട് ഫില്ല് ചെയ്ത് പോറോസിറ്റി വോയിഡ് റേഷ്യോ ഒക്കെ കുറഞ്ഞ് നമുക്ക് കൂടുതൽ സ്ട്രെങ്ത് ഉള്ള അഗ്രിഗേറ്റ് കിട്ടാൻ അത് കാരണമാവും. അതുപോലെ സിമെന്റ് കണ്ടന്റ് കുറയ്ക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സ് ഉപയോഗിച്ചാൽ. അതിനുവേണ്ടിയാണ് നമ്മൾ 2 വ്യത്യസ്തമായ ഫ്രാക്ഷൻസ് ഉപയോഗിക്കുന്നത്. സോ ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ ഫ്രാക്ഷൻ 1 ഫ്രാക്ഷൻ 2 എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാം ഫ്രാക്ഷൻ 1 60%, ഫ്രാക്ഷൻ 2 40% ആണ്. അതിന്റെ അർത്ഥം 2 ടൈപ്പ് ഓഫ് അഗ്രിഗേറ്റ്സ് ആ ഒരു പെർട്ടിക്കുലർ ടോട്ടൽ അഗ്രിഗേറ്റ്സിൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഓരോ ഫ്രാക്ഷന്റെയും വെയിറ്റ് കണ്ടുപിടിക്കണം അല്ലെ. അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് മിക്സ് കാൽക്കുലേഷൻ ചെയ്തു അല്ലെ. മിക്സ് കാൽക്കുലേഷനിൽ ആദ്യം വോളിയം ഓഫ് സിമെന്റ്, പിന്നെ വോളിയം ഓഫ് വാട്ടർ, പിന്നെ വോളിയം ഓഫ് സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് വോളിയം ഓഫ് ഓൾ അഗ്രിഗേറ്റ് കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് മാസ് ഓഫ് കോസ് അഗ്രിഗേറ്റ് കണ്ടുപിടിച്ചു. അതിൽ മാസ് ഓഫ് കോസ് അഗ്രിഗേറ്റ് കണ്ടുപിടിച്ച സമയത്ത് നമ്മൾ ടോട്ടൽ മാസ് ഓഫ് കോസ് അഗ്രിഗേറ്റ്, അതായത് ഈ ഒരു ക്വാണ്ടിറ്റി ഇവിടെ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ക്വാണ്ടിറ്റി കോസ് അഗ്രിഗേറ്റ് എത്ര വേണം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് എത്രയാ? 1112.5 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ടോട്ടൽ നമുക്ക് 1112.5 കിലോഗ്രാം അഗ്രിഗേറ്റാണ് വേണ്ടത്. പക്ഷേ ഈ 1112.5 കിലോഗ്രാം അഗ്രിഗേറ്റ് എന്നുള്ളത് 2 ഫ്രാക്ഷൻ ആയിട്ടാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാൽ അതിന്റെ അർത്ഥം. ഓക്കെ, ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ ടോട്ടൽ അഗ്രിഗേറ്റിൽ 60% ഫ്രാക്ഷൻ 1 ആണ്, 40% ഫ്രാക്ഷൻ 2 ആണ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഈ ടോട്ടൽ വെയിറ്റിന്റെ 60% ഫ്രാക്ഷൻ 1ന്റെ വെയിറ്റ്, ഇതിന്റെ 40% ഫ്രാക്ഷൻ 2ന്റെ വെയിറ്റ്, അങ്ങനെ ഒന്ന് എടുത്തെഴുതാം. അങ്ങനെ എടുത്തെഴുതി കഴിയുമ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ കറക്ഷൻസ് അപ്ലൈ ചെയ്യേണ്ടതാണെങ്കിൽ ആ കറക്ഷൻസും ഇതിൽ രണ്ടിലും അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, നമുക്ക് നോക്കാം. മാസ് ഓഫ് ഫ്രാക്ഷൻ 1 അപ്പൊ എത്രയായിരിക്കും? 1112.5 into 0.6 which is equal to 667.5 kilogram per meter cube. മാസ് ഓഫ് ഫ്രാക്ഷൻ 2 1112.5 into 0.4 എത്രയായി? 445 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ ഇത് സിമ്പിൾ സ്റ്റെപ്പാണ്. 2 ഫ്രാക്ഷൻ ഉണ്ടെങ്കിൽ ടോട്ടൽ അഗ്രിഗേറ്റിന്റെ ആ റേഷ്യോ വെച്ച് അതിന്റെ വെയിറ്റ് കണ്ടുപിടിക്കുക. ഓക്കെ, സോ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പിൽ മാസ് ഓഫ് കോസ് അഗ്രിഗേറ്റ്, ടോട്ടൽ മാസ് ഓഫ് കോസ് അഗ്രിഗേറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം അതിന്റെ ഫ്രാക്ഷൻ 1ന്റെ വെയിറ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, ഫ്രാക്ഷൻ 2ന്റെ വെയിറ്റ് സെപ്പറേറ്റ് കണ്ടുപിടിക്കുക. ഇങ്ങനെയാണ് 2 ഫ്രാക്ഷനിൽ കോസ് അഗ്രിഗേറ്റ് തന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്. നമ്മൾ സെപ്പറേറ്റ് പ്രോബ്ലം ആയിട്ട് ഇത് ചെയ്യുന്നില്ല. ഇങ്ങനെ വന്നാൽ നിങ്ങൾ ചെയ്യാൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പ്രീവിയസ് പ്രോബ്ലം ആണ്. നമ്മൾ ഒരു പ്രോബ്ലം ഓൾറെഡി ചെയ്തു, അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സ്റ്റെപ്സും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ എല്ലാ സ്റ്റെപ്സും വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എന്തൊക്കെ വാല്യൂസ് ആണ് എടുക്കുന്നത്, എങ്ങനെയാണ് ആ വാല്യൂസ് എടുക്കുന്നത്, അതുപോലെ പുതിയതായിട്ട് എന്തെങ്കിലും കൺസിഡർ ചെയ്യാൻ ഈ പ്രോബ്ലത്തിലുണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കും. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കഴിഞ്ഞ ഫൈനൽ എക്സാം ഏപ്രിൽ 2020 എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. അതിൽ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ സിമ്പിളർ ആണ്. കുറച്ച് വാല്യൂസ് തന്നിട്ടുള്ളൂ. നോക്കിയോ, ഡിസൈൻ എ കോൺക്രീറ്റ് മിക്സ് ഫോർ ദ ഫോളോയിങ് സ്പെസിഫിക്കേഷൻ. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് അറ്റ് 28 days, അതായത് 25 Newton/mm² എന്ന് തന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം M25 ഉദ്ദേശിച്ചാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. ടൈപ്പ് ഓഫ് സിമെന്റ് OPC 43 ആണ്. മാക്സിമം നോമിനൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ്. ഇവിടെയാണ് ഒരു വ്യത്യാസം. കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തത് ആംഗുലാർ അഗ്രിഗേറ്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ മാക്സിമം നോമിനൽ സൈസ് 20 mm റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ്. ഇനി അടുത്ത വ്യത്യാസം, വർക്കബിലിറ്റി തന്നിട്ടുണ്ട്. വർക്കബിലിറ്റി സ്ലംബിൽ 75 mm ആണ്. ലാസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൽ 100 mm ആയിരുന്നു. സോ സ്ലംബിൽ വേരിയേഷൻ വന്നിട്ടുണ്ട്. അടുത്തത് എക്സ്പോഷർ കണ്ടീഷൻ. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്തത് സിവിയർ കണ്ടീഷനിലായിരുന്നു, ഇവിടെ മോഡറേറ്റ് കണ്ടീഷനിലാണ്. ഓക്കെ,
സോ ഇത്രയും ഡാറ്റാസ് സ്റ്റിപ്പുലേഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇനി മെറ്റീരിയൽസ് ടെസ്റ്റ് ചെയ്തപ്പോൾ സിമെന്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 3.15, കോഴ്സ് അഗ്രിഗേറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 2.68, ഫൈൻ അഗ്രിഗേറ്റിന്റെ 2.7. പിന്നെ കോഴ്സ് അഗ്രിഗേറ്റ് കൺഫോമിംഗ് ടു ടേബിൾ 2, ഫൈൻ അഗ്രിഗേറ്റ് സോൺ 2-ലാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ സോൺ 1-ലായിരുന്നു. ഇതാണ് പ്രോബ്ലം. പിന്നെ അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ടാവും അസ്യൂം വാട്ട് എവർ ഡാറ്റ റിക്വയർഡ്. സോ ഇങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നാണ് നമ്മളിതിന് പറയാൻ പോകുന്നത്. സോ ഇത് ആക്ച്വലി കുറച്ചുകൂടെ സിംപ്ലർ പ്രോബ്ലം ആണ്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ പ്രോബ്ലത്തിൽ പ്ലാസ്റ്റിസൈസർ ഉണ്ടായിരുന്നു, അത് പമ്പബിൾ കോൺക്രീറ്റ് ആയിരുന്നു. പ്ലാസ്റ്റിസൈസർ ഉണ്ടായിരുന്നു, പമ്പബിൾ കോൺക്രീറ്റ് ആയിരുന്നു. അപ്പോൾ അതിനുള്ള കറക്ഷൻസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഇവിടെ അതൊന്നും വേണ്ട, അങ്ങനെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഒന്നും ആഡ് ചെയ്യുന്നില്ല. സാധാരണ ഒരു കോൺക്രീറ്റ് ആണ്, M25 ഗ്രേഡ് ആണ്, അഗ്രിഗേറ്റ് റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ്, എക്സ്പോഷർ കണ്ടീഷൻ മോഡറേറ്റ് ആണ്, ഫൈൻ അഗ്രിഗേറ്റ് സോൺ 2-ലുമാണ്. ഇത്രയും വ്യത്യാസം ഈ പ്രോബ്ലത്തിൽ വരുന്നുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഈ പ്രോബ്ലം ഒന്ന് ഡിസ്കസ് ചെയ്തു പോകാം. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, കാൽക്കുലേഷൻ ഓഫ് ടാർഗറ്റ് സ്ട്രെങ്ത് ആണ്. ടാർഗറ്റ് സ്ട്രെങ്ത്തിന്റെ ഇക്വേഷൻ നമ്മൾ IS 10262 2009 ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ ഇതാണ്, F'(CK) = FCK + 1.65S അല്ലെ. അതിന് FCK എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത്. ക്യാരക്ടറിസ്റ്റിക് കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ M25 ആണെങ്കിൽ അത് 25 Nm/mm² ആയിരിക്കും അല്ലെ. നമുക്ക് ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 25 Nm/mm², അതായത് M25. അടുത്ത എസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു ടേബിളിൽ നിന്നാണ്. IS 10262 ടേബിൾ 1 അസ്യൂംഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നിങ്ങൾക്ക് ഇവിടെ നീല ഒരു റെക്ടാങ്കിൾ വരച്ചിട്ടില്ലേ? നമ്മളിവിടെ ഡിസൈൻ ചെയ്യുന്ന M25-ലാണ്. സോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M25 ആണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ? 4 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കുക. കഴിഞ്ഞ പ്രോബ്ലത്തിൽ M30 ആയിരുന്നു, അതിന് 5. ഇവിടെ M20 ആണ്. M20ക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാ വേണ്ടേ? 4 ആണ് വേണ്ടത്. നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വാല്യൂ എടുക്കുക. സോ S = 4. ഇനി ഇതിൻ്റെ അകത്ത് നിന്ന് ടാർഗറ്റ് സ്ട്രെങ്ത് എങ്ങനെ കണ്ടുപിടിക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. F'(CK) = FCK + 1.65 × S. So 25 + 1.65 × 4, your answer will be 31.6 Nm/mm². സോ ഈ വാല്യൂ എന്താണ്? ആക്ച്വലി ഇത്രയും മീൻ സ്ട്രെങ്ത് ആണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. സോ M25 ഉദ്ദേശിച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ട്രെങ്ത് ആക്ച്വലി എന്താണ്? 31.6 Nm/mm² ആണ്. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, ആക്ച്വലി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു പെർട്ടിക്കുലർ വാല്യൂ വെച്ചാണ്. അടുത്ത സ്റ്റെപ്പ് എന്താ? സെലക്ഷൻ ഓഫ് വാട്ടർ സിമെന്റ് റേഷ്യോ. ഇപ്പൊ നിങ്ങൾ IS 10262 2009 ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന് മുന്നൊരു വേർഷൻ ഉണ്ടായിരുന്നു, 1982. സോ 10262 1982-ൽ നമുക്കൊരു ഗ്രാഫ് ഉണ്ട്, വാട്ടർ സിമെന്റ് റേഷ്യോ വേഴ്സസ് കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പൊ നമ്മൾ ഈ ഒരു കംപ്രസീവ് സ്ട്രെങ്ത് ബേസ് ചെയ്തിട്ട് ആ ഗ്രാഫിൽ നിന്നാണ് വാട്ടർ സിമെന്റ് റേഷ്യോ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പൊ നമ്മൾ 2009-ന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഏറ്റവും റീസെന്റ് കോഡ് എന്ന് പറഞ്ഞാൽ 10262 2019 ആണ്. 2019-ലും ആ ഗ്രാഫ് വെച്ചാണ് നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. സോ ആ ഒരു സമയത്ത് നമുക്ക് ടാർഗറ്റ് മീൻ സ്ട്രെങ്ത്തിന്റെ ആവശ്യമുണ്ട്. പക്ഷെ നമ്മുടെ സിലബസിൽ ഡിസ്കസ് ചെയ്യേണ്ടത് 2009 കോഡാണ്. സോ അതിന് ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എങ്ങോട്ട് പോകുന്നു? IS 456 2000 ടേബിൾ 5-ലോട്ട് പോകുന്നു. ടേബിൾ 5-ൽ നമ്മൾ പറഞ്ഞിരുന്നു വിവിധ എക്സ്പോഷർ കണ്ടീഷനിൽ അനുസരിച്ചുള്ള വാട്ടർ സിമെന്റ് റേഷ്യോയും സിമെന്റ് കണ്ടന്റും ഒക്കെയാണ് ആ ടേബിളിലുള്ളത്. ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലെ? ഇതാണ് നമ്മുടെ ടേബിൾ. ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മോഡറേറ്റ്, നമ്മൾ പറഞ്ഞിരുന്നു പ്രോബ്ലം ഡിസ്കസ് ചെയ്ത സമയത്ത്, മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷനിലാണ്. മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷനിലാണെങ്കിൽ അതിന്റെ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് M25 ആയിരിക്കണം. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന M25 ആണ്, അതുകൊണ്ട് കുഴപ്പമില്ല. സോ മോഡറേറ്റ് കണ്ടീഷൻ M25 ഗ്രേഡ് കോൺക്രീറ്റ്, അതിന് വേണ്ട മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ എത്രയാ? 0.5. ഓക്കെ, സോ മോഡറേറ്റ് കണ്ടീഷൻ RCCക്ക് വേണ്ട വാട്ടർ സിമെന്റ് റേഷ്യോ മാക്സിമം വാല്യൂ എത്രയാണ്? 0.5. ഓക്കെ, നമ്മൾ വാട്ടർ സിമെന്റ് റേഷ്യോ സെലക്ട് ചെയ്യുന്നു. ഫോർ മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷൻസ് ഫോർ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് മാക്സിമം വാട്ടർ സിമെന്റ് റേഷ്യോ ഈസ് 0.5. ഓക്കെ, സോ വാട്ടർ സിമെന്റ് റേഷ്യോ കിട്ടി. നമ്മൾ പറഞ്ഞു മാക്സിമം വാല്യൂ ആണ് ഇത്.
നമുക്ക് മാക്സിമം വാല്യൂ എടുക്കേണ്ട കാര്യമില്ല, അതിനേക്കാൾ കുറച്ചുകൂടെ കുറഞ്ഞ വാല്യൂ ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് എടുക്കാം. ഞാൻ തൽക്കാലം അഡോപ്റ്റ് എ വാട്ടർ സിമെന്റ് റേഷ്യോ ഓഫ് 0.45. സോ 0.5 പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, അതിന്റെ കുറഞ്ഞ വാല്യൂ 0.45 വാല്യൂ അഡോപ്റ്റ് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്താൽ അല്ലേ. നമുക്ക് വാട്ടർ സിമെന്റ് റേഷ്യോ ആയി. ഇനി വാട്ടർ കണ്ടന്റ് കണ്ടുപിടിക്കണം. വാട്ടർ കണ്ടന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എവിടെ നിന്നാണ്? ടേബിൾ 2 ഓഫ് IS 10262/2009. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ കോഡ് ഉണ്ടാവണം. ഈ ക്ലോസിൽ അപ്പോൾ പോയി നോക്കുക. ഓക്കെ, ഇപ്പോൾ 10262ന്റെ ടേബിൾ 2 ഇതാണ്. ടേബിൾ 2 നിന്നാണ് നമുക്ക് മാക്സിമം വാട്ടർ കണ്ടന്റ് കിട്ടുക. അത് ബേസ്ഡ് ഓൺ നോമിനൽ മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് ആണ്. നമുക്കിവിടെ 20 mm അഗ്രിഗേറ്റ് തന്നെയാണ്, കുഴപ്പമില്ല. 20 mm അഗ്രിഗേറ്റിന് വേണ്ട മാക്സിമം വാട്ടർ കണ്ടന്റ് 186 കിലോഗ്രാം ആണ് അല്ലേ. സോ as per table 2 of IS 10262/2009, for a slump of 25 to 50 mm range and 20 mm angular aggregates, maximum water content is 186 kilogram per meter cube. Okay, അപ്പോൾ ആ ടേബിൾ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞതാണ്. ഈ ടേബിൾ എന്തിനു വേണ്ടിയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇവിടെ നോക്കിക്കേ, വാട്ടർ കണ്ടന്റ് ഈസ് ഫോർ ആംഗുലാർ കോസ് അഗ്രിഗേറ്റ്. ഒന്നാമത്തെ കാര്യം, ഈ ടേബിള് ആംഗുലാർ കോസ് അഗ്രിഗേറ്റിന് വേണ്ടിയാണ്. രണ്ടാമത്തെ കാര്യം 25 to 50 mm സ്ലംബിന് വേണ്ടിയാണ്. സോ ഈ ടേബിള് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആംഗുലാർ കോസ് അഗ്രിഗേറ്റിന് വേണ്ടിയാണ്, 25 to 50 mm സ്ലംബ് റേഞ്ചിലുള്ള വർക്കബിലിറ്റിക്കും വേണ്ടിയാണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ടൊന്ന് തിരിച്ചു പോവാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? ആക്ച്വലി റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് ആണ്. റൗണ്ടഡ് അഗ്രിഗേറ്റ്സ് ആണെന്ന് മാത്രമല്ല, അതിന്റെ വർക്കബിലിറ്റി 75 mm ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ വാല്യൂസ് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റില്ല. സോ ഇവിടെ വർക്കബിലിറ്റി നമുക്ക് 75 mm കറക്ഷൻ ചെയ്യണം, അതുപോലെ റൗണ്ടഡ് അഗ്രിഗേറ്റിനുള്ള കറക്ഷനും ചെയ്യണം. ആ രണ്ട് കറക്ഷൻസ് ആണ് നമ്മുടെ അടുത്ത രണ്ട് സ്റ്റെപ്പ്. ഓക്കെ, സോ വാട്ടർ കണ്ടന്റ് 186 ആണ് ആസ് പെർ ടേബിൾ. പക്ഷെ അത് 20 mm ആംഗുലാർ അഗ്രിഗേറ്റിന് 50 mm സ്ലംബ് വരെയാണ്. നമുക്ക് സ്ലംബിൽ ആദ്യം അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ്മെന്റ് ഫോർ സ്ലംബ്. So as per IS 10262/2009, for every additional 25 mm, water content should be increased by 3%. അല്ലേ, നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. ഫോർ ദ ഡിസൈർഡ് വർക്കബിലിറ്റി അതർ ദാൻ 25 to 50 mm, increase by about 3% for every additional 25 mm slump. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഫോർ എവറി അഡീഷണൽ 25 mm, for every additional 25 mm slump നമ്മൾ എന്ത് ചെയ്യണം? വാട്ടർ കണ്ടന്റ് ഹാസ് ടു ബി ഇൻക്രീസ്ഡ് ബൈ 3%. അല്ലേ. സോ ഇവിടെ നമുക്ക് 25 to 50 mm റേഞ്ച് ആയിരുന്നു സ്റ്റാൻഡേർഡ്. നമുക്കിവിടെ എത്ര സ്ലംബ് ഉള്ളത്? 75 mm സ്ലംബാണ്. സോ ഒരു 25 mm സ്ലംബ് കൂടുതലുണ്ട്. ഫോർ എവറി 25 mm ഇൻക്രീസ് യു ഹാവ് ടു ഇൻക്രീസ് വാട്ടർ സിമെന്റ് റേഷ്യോ ബൈ 3%. അല്ലേ. സോ ഇവിടെ ഒരു 25 കൂടുന്നു, അതുകൊണ്ട് ഒരു 3% കൂട്ടണം. സോ വാട്ട് വിൽ ബി ദ കറക്ഷൻ? 3%. Okay, now required water content is equal to 186 into 1.03. 186ന്റെ 3% നമ്മൾ 186നോട് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ദ റിക്വയർഡ് വാട്ടർ കണ്ടന്റ് ഈസ് 191.58 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ ദ റിക്വയർഡ് വാട്ടർ കണ്ടന്റ് കിട്ടി. ഇവിടെ കൊണ്ട് കഴിഞ്ഞോ? ഇല്ല. കാരണം എന്താ? ഈ ഒരു വാല്യൂ വരുന്നത് ആംഗുലാർ അഗ്രിഗേറ്റ്സിലാണ്. 25 mm to 50 mm സ്ലംബ് റേഞ്ച് ഉള്ള ആംഗുലാർ അഗ്രിഗേറ്റ്സിനാണ്. അതിൽ 25 mm സ്ലംബ് അഡീഷൻ ഉള്ളത് കൊണ്ട് അതിനുള്ള കറക്ഷൻ നമ്മൾ ചെയ്തു. പക്ഷേ ഈ ആംഗുലാർ അഗ്രിഗേറ്റ് റൗണ്ടഡ് ആയതിനുള്ള കറക്ഷൻ നമ്മൾ ചെയ്തിട്ടില്ല. ആ കറക്ഷൻ ഈ പ്രോബ്ലത്തിൽ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ആ കറക്ഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ആ പഴയ ടേബിളിലോട്ട് പോകുന്നു. പഴയ ടേബിളിൻ്റെ ഇവിടെ നിങ്ങൾ കൊടുത്തത് നോക്കുക. ദ വാട്ടർ എസ്റ്റിമേറ്റ് ഇൻ ടേബിൾ 2 can be reduced by approximately 10 kilogram for sub-angular aggregates. So sub-angular aggregates ആണെങ്കിൽ 10 കിലോഗ്രാം കുറയ്ക്കാം. 20 കിലോഗ്രാം വിത്ത് സം ക്രഷ്ഡ് പാർട്ടിക്കിൾ. സോ ഗ്രേവലിൽ കുറച്ച് ക്രഷ്ഡ് പാർട്ടിക്കിൾ ഉള്ളെങ്കിൽ 20 കിലോഗ്രാം കുറയ്ക്കണം. ഇനി റൗണ്ടഡ് ഗ്രേവൽ ആണെങ്കിൽ 25 കിലോഗ്രാം കുറയ്ക്കണം. സോ ആംഗുലാർ അഗ്രിഗേറ്റ്സിൽ നിന്ന് ഈ ഡിഫറൻസ് ഒക്കെ ഉണ്ടെങ്കിൽ സബ് ആംഗുലാർ അഗ്രിഗേറ്റ് ആണെങ്കിൽ 10 കിലോഗ്രാം കുറയ്ക്കുക. ഗ്രേവൽ വിത്ത് സം ക്രഷ്ഡ് പാർട്ടിക്കിൾസ് ആണെങ്കിൽ 20 കിലോഗ്രാം കുറയ്ക്കുക. ഇനി റൗണ്ടഡ് ഗ്രേവൽ ആണെങ്കിൽ 25 കിലോഗ്രാം കുറയ്ക്കുക. നമ്മുടെ പ്രോബ്ലത്തിൽ എന്ത് അഗ്രിഗേറ്റ് ആണ്? റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ്. ഇപ്പോൾ റൗണ്ടഡ് അഗ്രിഗേറ്റ് ആകുമ്പോൾ നമ്മൾ അറൈവ് ചെയ്ത വാല്യൂ ഒന്ന്
25 കിലോഗ്രാം വെള്ളം നമ്മൾ കുറയ്ക്കണം. അങ്ങനെ ഒരു കറക്ഷൻ നമ്മൾ ഇവിടെ അഡീഷണൽ ആയിട്ട് ചെയ്യണം. സോ വാട്ടർ കണ്ടന്റ് ക്യാൻ ബി ഡിക്രീസ്ഡ് ബൈ 25 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇപ്പൊ 191.58 25 സബ്സ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 166.58 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ വി അഡോപ്റ്റ് എ വാട്ടർ കണ്ടന്റ് ഓഫ് 167 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. വാട്ടർ കണ്ടന്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടി കുറച്ചിരുന്നു. അതിന്റെ കാരണം അവിടെ സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വാട്ടർ കണ്ടന്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ സൂപ്പർ പ്ലാസ്റ്റിസൈസർ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ 166 പകരം 167 തന്നെ എടുത്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നു. സോ അഡോപ്റ്റ് എ വാട്ടർ കണ്ടന്റ് ഓഫ് 167 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ ഈ ഒരു പാർട്ടിൽ നിന്ന് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കാര്യം, ഏത് ടേബിൾ എടുത്തു കഴിഞ്ഞാലും ഓർക്കുക, ആ ടേബിളിന്റെ ഡിസ്ക്രിപ്ഷനിലോട്ട് പോവുക. ആ ടേബിളിന്റെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ ടേബിൾ എന്തിനു വേണ്ടിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കുക. ഇവിടെ വർക്കബിലിറ്റി 25 to 50 mm 20 mm ആംഗുലാർ അഗ്രിഗേറ്റ്സിനും വേണ്ടി ഉണ്ടാക്കിയ ഒരു ടേബിളാണ് ഇവിടെ. പക്ഷെ നമ്മുടെ കേസ് അതല്ല, റൗണ്ടഡ് അഗ്രിഗേറ്റ് ആണ്, സ്ലംബ് വ്യത്യാസമുണ്ട്. സോ അതിന് എന്ത് കറക്ഷൻ അപ്ലൈ ചെയ്യണം അത് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ആ കറക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്തു. ഇനി അതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ അഡ്മിക്സ്ചർ ആഡ് ചെയ്താലുള്ള കറക്ഷൻ ആണ്. നമുക്ക് ആ കറക്ഷൻ ഈ പ്രോബ്ലത്തിലില്ല. സോ വി ആർ സ്കിപ്പിംഗ് ദാറ്റ്. നമ്മൾ വാട്ടർ കണ്ടന്റ് കണ്ടുപിടിച്ചു അല്ലേ, 167 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇനി സിമെന്റ് കണ്ടന്റ് കണ്ടുപിടിക്കണം. സിമെന്റ് കണ്ടന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? വാട്ടർ സിമെന്റ് റേഷ്യോ എന്നാണ് അല്ലേ. സോ വാട്ടർ സിമെന്റ് റേഷ്യോ 0.45 ആണെങ്കിൽ സിമെന്റ് കണ്ടന്റ് ഈസ് ഇക്വൽ ടു വാട്ടർ കണ്ടന്റ് ബൈ വാട്ടർ സിമെന്റ് റേഷ്യോ. സോ വാട്ടർ കണ്ടന്റ് ബൈ വാട്ടർ സിമെന്റ് റേഷ്യോ, വാട്ടർ കണ്ടന്റ് സോറി ഇത് 160 അല്ല കേട്ടോ, 167 ആണ്. സോ 167 by 0.45, യുവർ ആൻസർ വിൽ ബി 371 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ സിമെന്റ് കണ്ടന്റ് നമ്മൾ നേരത്തെ ഇക്വേഷൻ വഴി കണ്ടുപിടിച്ചു, 371 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇവിടെ നമുക്കൊരു അഡീഷണൽ സ്റ്റെപ്പ് ഉണ്ട്. എന്തായിരുന്നു അത്? ഓർമ്മയുണ്ടോ? നമ്മുടെ എക്സ്പോഷർ കണ്ടീഷൻ അനുസരിച്ച് ടേബിൾ 5 പോയിട്ട് മിനിമം എത്ര സിമെന്റ് കണ്ടന്റ് വേണമെന്ന് ടേബിൾ 5 കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഒന്നും കൂടെ ടേബിൾ 5 പോവാം. ടേബിൾ 5 പോയാൽ മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷനിൽ മിനിമം സിമെന്റ് എത്ര വേണം? 300 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വേണം. മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷൻ മിനിമം സിമെന്റ് കണ്ടന്റ് 300 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. സോ അത് നമ്മൾ ഇവിടെ അഡോപ്റ്റ് ചെയ്യണം. ഫോർ മോഡറേറ്റ് എക്സ്പോഷർ കണ്ടീഷൻ ഓഫ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, മിനിമം സിമെന്റ് കണ്ടന്റ് ഈസ് 300 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ നമുക്ക് കിട്ടിയത് 371 ആണല്ലേ. 371 ഈസ് ഗ്രേറ്റർ ദാൻ 300, ഹെൻസ് ഇറ്റ് ഈസ് ഓക്കെ. So 371 kilogram per meter cube is greater than 300 kilogram per meter cube, hence okay. So adopt a cement content of 371 kilogram per meter cube. നമുക്ക് വാട്ടർ കണ്ടന്റ് ആയി, സിമെന്റ് കണ്ടന്റ് ആയി. സ്റ്റെപ്സ് ഒക്കെ സിമിലർ ആണ്. ഞാൻ പറഞ്ഞ വ്യത്യാസങ്ങൾ മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. അതായത് കണ്ടീഷനുള്ള മാറ്റം വെച്ചുള്ള വ്യത്യാസം കമ്പാരിസണിൽ വന്നത്. നമുക്കിനി എന്ത് കണ്ടുപിടിക്കണം? ഓൾ ഇൻ അഗ്രിഗേറ്റ് കണ്ടുപിടിക്കണം അല്ലേ. അഗ്രിഗേറ്റിന്റെ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കണം. അഗ്രിഗേറ്റിന്റെ പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടേബിൾ ഏതാണ്? ടേബിൾ 3 IS 10262. ഈ ടേബിൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ. സോ ഇവിടെ നോക്കുക, വോളിയം ഓഫ് കോസ് അഗ്രിഗേറ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ടോട്ടൽ അഗ്രിഗേറ്റ് ഫോർ ഡിഫറെന്റ് സോൺസ് ഓഫ് ഫൈൻ അഗ്രിഗേറ്റ്. സോ കോസ് അഗ്രിഗേറ്റിന്റെ സൈസും ഫൈൻ അഗ്രിഗേറ്റിന്റെ സോൺസും ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ പ്രോബ്ലത്തിലോട്ട് വരുമ്പോൾ കോസ് അഗ്രിഗേറ്റ് 20 mm സൈസ് ആണ്, പക്ഷെ സോണ് ഫൈൻ അഗ്രിഗേറ്റിന്റെ 2 ആണ്. ഫൈൻ അഗ്രിഗേറ്റ് സോൺ 2 പെടുന്നു. കോസ് അഗ്രിഗേറ്റിന്റെ മാക്സിമം നോമിനൽ സൈസ് 20 mm ആണ്. സോ 20 mm സോൺ 2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ എത്രയാ? 0.62. സോ 20.62. ഓക്കെ, സോറി 1 second. So from table 3 of IS 10262 2009, for 20 mm coarse aggregate and fine aggregate in zone 2, volume of coarse aggregate per യൂണിറ്റ് വോളിയം ഓഫ് കോസ് അഗ്രിഗേറ്റ് എത്രയാണ്? 0.62. അതായത് 1 മീറ്റർ ക്യൂബ് ടോട്ടൽ അഗ്രിഗേറ്റ് എടുത്താൽ അതിന്റെ 0.62 പാർട്ട് എന്തായിരിക്കണം? കോസ് അഗ്രിഗേറ്റ് ആയിരിക്കണം. ടോട്ടൽ അഗ്രിഗേറ്റിന്റെ 0.62 കോസ് അഗ്രിഗേറ്റ് ആയിരിക്കണം. പക്ഷെ ഇവിടെയും കറക്ഷൻ ഉണ്ട്. ഇത് എത്രയാ? 0.5 വാട്ടർ സിമെന്റ് റേഷ്യോയ്ക്ക് വേണ്ടിയാണ്. നോക്കിക്കേ, ടേബിൾ 3 ഈസ് ഫോർ എ വാട്ടർ സിമെന്റ് റേഷ്യോ ഓഫ് 0.5. 0.5 അല്ലെങ്കിൽ അതിന് വേണ്ട കറക്ഷൻ നമ്മൾ ചെയ്യണം. അതുപോലെ ഇവിടെ വേറൊരു കേസ് പറയുന്നത് വർക്കബിലിറ്റിനെ ബേസ് ചെയ്താ. ഇപ്പൊ പമ്പബിൾ കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ 3 to 10% വരെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സോ ഇവിടെ നമുക്ക് കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റിയെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, പമ്പബിൾ അതൊന്നും പറഞ്ഞിട്ടില്ല. സോ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരു കറക്ഷൻ അപ്ലൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. അതേത് കറക്ഷനാണ്? 0.5 വർക്കബിലിറ്റിക്ക് വേണ്ടി, 0.5 വാട്ടർ സിമെന്റ് റേഷ്യോയ്ക്ക് വേണ്ടിയാണ് ഈ ടേബിൾ.
പക്ഷെ നമ്മുടെ വാട്ടർ സിമെന്റ് റേഷ്യോ 0.45 ആണ്. അപ്പോൾ കറക്ഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഫോർ എവറി 0.05 ചേഞ്ച് ഇൻ വാട്ടർ സിമെന്റ് റേഷ്യോ യു ഹാവ് ടു അഡ്ജസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 0.01 അല്ലേ. സോ വാട്ടർ സിമെന്റ് റേഷ്യോ 0.05 കൂടിയാൽ നമ്മുടെ അഗ്രിഗേറ്റ് പ്രൊപ്പോർഷൻ 0.01 കുറയ്ക്കണം. വാട്ടർ സിമെന്റ് റേഷ്യോ 0.05 കുറഞ്ഞാൽ അഗ്രിഗേറ്റ് റേഷ്യോ 0.01 കൂട്ടണം. ഈ ഒരു കറക്ഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതേ കറക്ഷൻ ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. സോ നമ്മളിവിടെ വാട്ടർ സിമെന്റ് റേഷ്യോ ഉപയോഗിക്കുന്ന 0.45 ആണ്. നമ്മുടെ സ്റ്റാൻഡേർഡ് എത്രയാ? 0.5. ഇപ്പോൾ ഡിഫറൻസ് എത്രയുണ്ട്? 0.5 മൈനസ് 0.45. സോ ദർ ഈസ് എ ഡിക്രീസ് ഇൻ 0.05. ഇപ്പോൾ വാട്ടർ സിമെന്റ് റേഷ്യോ 0.05 കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റേഷ്യോനോട് നമ്മൾ എന്ത് കൂട്ടണം? 0.01 കൂട്ടണം. ഓക്കെ. സോ ആസ് ദ വാട്ടർ സിമെന്റ് റേഷ്യോ ഈസ് ലോവേർഡ് ബൈ 1 into 0.05, volume of coarse aggregate is to be increased by 1 into 0.01. So 0.01 കൂട്ടണം. So what will be your final value? Adjusted proportion of coarse aggregate is nothing but 0.62 plus 0.01. അത് എത്രയാ? 0.63. ഫൈൻ അഗ്രിഗേറ്റ് എത്രയായിരിക്കും? 1 മീറ്റർ ക്യൂബ് ടോട്ടൽ അഗ്രിഗേറ്റിൽ 0.63 കോസ് അഗ്രിഗേറ്റ് ആണെങ്കിൽ 1 മൈനസ് 0.63 ആയിരിക്കും ഫൈൻ അഗ്രിഗേറ്റ്. അതായത് 0.37 പാർട്ട് ഫൈൻ അഗ്രിഗേറ്റ് ആയിരിക്കും അല്ലേ. സോ 1 മീറ്റർ ക്യൂബ് അഗ്രിഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 0.63 കോസ് അഗ്രിഗേറ്റ് ആണ്, 0.37 ഫൈൻ അഗ്രിഗേറ്റ് ആണ്. ഇതൊക്കെയാണല്ലോ അല്ലേ. അടുത്ത മിക്സ് കാൽക്കുലേഷൻ. ഇപ്പം നമുക്ക് വേണ്ട പ്രൊപ്പോർഷൻസ് ഒക്കെ ആയി. വാട്ടറിന്റെയും സിമെന്റിന്റെയും വെയിറ്റ് നമുക്കറിയാം. ഇനി അഗ്രിഗേറ്റിന്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. സോ മിക്സ് കാൽക്കുലേഷൻ 1 മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് ആണ് ചെയ്യുന്നത്. വോളിയം ഓഫ് സിമെന്റ് കണ്ടുപിടിക്കണം. എന്തിനാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഈ വോളിയം വെച്ചാണ് നമ്മൾ അഗ്രിഗേറ്റിന്റെ വോളിയം കണ്ടുപിടിക്കുക. സോ വോളിയം ഓഫ് സിമെന്റ് മാസ് 371 കിലോഗ്രാം ആണ് നമുക്ക് കിട്ടിയത്. സ്പെസിഫിക് ഗ്രാവിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 3.15. ഫോർ ദ വോളിയം ഈസ് മാസ് ബൈ ഡെൻസിറ്റി. മാസ് എത്ര? 371. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ 3.15 ഇൻറ്റു 1000 എത്ര കിട്ടി? 0.118 മീറ്റർ ക്യൂബ്. സോ വോളിയം ഓഫ് സിമെന്റ് 0.118 മീറ്റർ ക്യൂബ് ആണ്. അടുത്ത വോളിയം ഓഫ് വാട്ടർ. വാട്ടറിന്റെ വെയിറ്റ് എത്രയാ? 167 കിലോഗ്രാം. സോ മാസ് ഓഫ് വാട്ടർ 167 കിലോഗ്രാം ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ 1 ആണ്. മാസ് 167, സ്പെസിഫിക് ഗ്രാവിറ്റി 1. വോളിയം എത്രയായിരിക്കും? മാസ് ബൈ ഡെൻസിറ്റി അല്ലേ. വോളിയം ഓഫ് വാട്ടർ മാസ് ബൈ ഡെൻസിറ്റി ആണ്. ദാറ്റ് ഈസ് 167 by 1000. ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ 1000 ആണ്. സോ 167 by 1000 എത്ര കിട്ടി? 0.167 മീറ്റർ ക്യൂബ് ആണ് വാട്ടറിന്റെ വോളിയം. സോ വോളിയം സ്റ്റെപ്പ് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് സൂപ്പർ പ്ലാസ്റ്റിസൈസർ ആയിരുന്നു. ഇവിടെ അഡ്മിക്സ്റ്റേഴ്സ് ഒന്നുമില്ല, അപ്പൊ നമുക്കത് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? വേറൊന്നും ഈ കോൺക്രീറ്റിൽ ഇല്ലാത്തതുകൊണ്ട് അഗ്രിഗേറ്റിന്റെ വോളിയം കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ വോളിയം 1 ആണെങ്കിൽ ആ 1ൽ നിന്ന് സിമെന്റും വാട്ടറും കുറയ്ക്കുക അല്ലേ. സോ വോളിയം ഓഫ് അഗ്രിഗേറ്റ് 1 മൈനസ് വോളിയം ഓഫ് സിമെന്റ് പ്ലസ് വോളിയം ഓഫ് വാട്ടർ. 1 മൈനസ് വോളിയം ഓഫ് സിമെന്റ് പ്ലസ് വോളിയം ഓഫ് വാട്ടർ. അത് എത്രയാണ്? 1 മൈനസ് 0.118 പ്ലസ് 0.167. ദാറ്റ് ഈസ് 0.715 മീറ്റർ ക്യൂബ്. സോ ടോട്ടൽ ആയിട്ട് 0.715 മീറ്റർ ക്യൂബ് അഗ്രിഗേറ്റ് അതിനകത്തുണ്ട്. സോ ഇതൊരു 1 മീറ്റർ ക്യൂബ് കോൺക്രീറ്റ് ആണെന്ന് വിചാരിക്കുക. ആ 1 മീറ്റർ ക്യൂബ് കോൺക്രീറ്റിൽ 0.118 പാർട്ട് സിമെന്റ് ആണ് അല്ലെ. ബാക്കി 0.167 പാർട്ട് വാട്ടർ ആണ്. ഇനി ബാക്കിയുള്ള പോർഷനോ 0.715 ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള പോർഷനിൽ എന്താ ഉള്ളത്? അഗ്രിഗേറ്റ്സ് ആണുള്ളത്. സോ അഗ്രിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ കോസ് അഗ്രിഗേറ്റും ഫൈൻ അഗ്രിഗേറ്റും ഉണ്ട്. നമുക്ക് ഓൾറെഡി പ്രൊപ്പോർഷൻ അറിയാം അല്ലെ. 1 മീറ്റർ ക്യൂബ് അഗ്രിഗേറ്റ് ആണെങ്കിൽ അതിൽ കോസ് അഗ്രിഗേറ്റ് എത്രയുണ്ട്? 0.63 ഉണ്ട്. ഫൈൻ അഗ്രിഗേറ്റ് 0.37 ഉണ്ട്. നമുക്കിവിടെ പക്ഷേ 1 മീറ്റർ ക്യൂബ് അഗ്രിഗേറ്റ് അല്ല, 0.715 മീറ്റർ ക്യൂബ് അഗ്രിഗേറ്റ് ആണ്. അപ്പൊ നമ്മൾ അതിനകത്തോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓർമ്മയുണ്ടല്ലോ അല്ലെ. സോ മാസ് ഓഫ് കോസ് അഗ്രിഗേറ്റ്. സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 2.68 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പ്രൊപ്പോർഷൻ ഓഫ് വോളിയം അഗ്രിഗേറ്റ് നമ്മൾ സ്റ്റെപ്പ് 5 കണ്ടുപിടിച്ചത് 0.63. അതായത് 1 മീറ്റർ ക്യൂബ് അഗ്രിഗേറ്റ് എടുത്താൽ അതിൽ 0.63 പാർട്ട് എന്തായിരിക്കും? കോസ് അഗ്രിഗേറ്റ് ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ 1 മീറ്റർ ക്യൂബ് അല്ല, 0.175 മീറ്റർ ക്യൂബ് ആണ്. അപ്പൊ അതിന്റെ എത്ര വോളിയം അഗ്രിഗേറ്റ് ഉണ്ടാവും? കോസ് അഗ്രിഗേറ്റ് ഉണ്ടാവും 0.715 ഇൻറ്റു 0.63. അതായത് 0.450 മീറ്റർ ക്യൂബ് കോസ് അഗ്രിഗേറ്റ് ഉണ്ടാവും. ഓക്കെ. സോ ഇവിടെ മാസ് കണ്ടുപിടിച്ചാൽ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഡെൻസിറ്റിക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. സോ വോളിയം ഇൻറ്റു ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു 1000 വാട്ടറിന്റെ ഡെൻസിറ്റി. അപ്പൊ എത്രയായി? 1206 കിലോഗ്രാം
മാസ് ഓഫ് കോസ് അഗ്രിഗേറ്റ് ഉണ്ട്. കണ്ടല്ലോ അല്ലേ? സോ ഈ ടോട്ടൽ അഗ്രിഗേറ്റ്സിൽ 0.715 ആണ് ടോട്ടൽ അഗ്രിഗേറ്റിന്റെ വോളിയം. അതിൽ 0.450 വോളിയം കോസ് അഗ്രിഗേറ്റ് ആണ്. ആ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 1206 കിലോഗ്രാം ആണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ രണ്ട് ഡിഫറെന്റ് ഫ്രാക്ഷൻസ് ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഫ്രാക്ഷൻ 1ഉം ഫ്രാക്ഷൻ 2ഉം ഉണ്ടെങ്കിൽ, സോ ഫ്രാക്ഷൻ 1 60% ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ 1206 ഇൻറ്റു 60% ചെയ്യാം. അത് ഫ്രാക്ഷൻ 1ന്റെ വെയിറ്റ്. ഫ്രാക്ഷൻ 2 ഉണ്ടെങ്കിൽ 1206 ഇൻറ്റു 40 ചെയ്യുക. അത് ഫ്രാക്ഷൻ 2ന്റെ വെയിറ്റ് ബേസ്ഡ് ഓൺ ദ റേഷ്യോ. എത്ര റേഷ്യോയിലാണ് ആഡ് ചെയ്യുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ അങ്ങനെയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. സോ വി ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. അപ്പൊ നമുക്ക് മാസ് ഓഫ് കോസ് അഗ്രിഗേറ്റ് വേണ്ടി. ഇനി ഫൈൻ അഗ്രിഗേറ്റ് വേണമെങ്കിൽ ഫൈൻ അഗ്രിഗേറ്റിന്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. വോളിയം ഓഫ് ഫൈൻ അഗ്രിഗേറ്റ് എങ്ങനെ കാണാം? ടോട്ടൽ 0.715 ആണ്. 0.715 നിന്ന് 0.450 കുറയ്ക്കുക. സോ ഇറ്റ് ഈസ് 0.265 മീറ്റർ ക്യൂബ് അല്ലെ? 0.715 മൈനസ് 0.450 0.265 മീറ്റർ ക്യൂബ് ആണ് ഫൈൻ അഗ്രിഗേറ്റിന്റെ വോളിയം. അപ്പൊ അതിന്റെ വെയിറ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? വോളിയം ഇൻറ്റു ഡെൻസിറ്റി. 0.265 ഇൻറ്റു 2.7 ഇൻറ്റു 1000 എത്ര കിട്ടി? 715.5 കിലോഗ്രാം. ഇപ്പൊ ടോട്ടൽ 0.715 വോളിയത്തിൽ 0.265 വോളിയം എന്താണ്? ഫൈൻ അഗ്രിഗേറ്റ് ആണ്. സോ ആക്ച്വലി ഈ പ്രോബ്ലത്തിൽ നമ്മുടെ മിക്സ് ഡിസൈൻ ഇവിടെ കഴിഞ്ഞു. ഇനി ഇത് സർഫസ് ഡ്രൈ കണ്ടീഷൻ അല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? വാട്ടറിന്റെ മാസ് കറക്ഷൻ ചെയ്യണം, നമ്മുടെ അഗ്രിഗേറ്റിന്റെ മാസ് കറക്ഷൻ ചെയ്യണം, ഫൈൻ അഗ്രിഗേറ്റിന്റെ മാസ് കറക്ഷൻ ചെയ്യണം. ഈ ഒരു സ്റ്റെപ്പിന് ശേഷം നമ്മൾ ആ 3 മാസും കൂടെ കറക്ഷൻ ചെയ്യേണ്ടി വരും. ഇത് സാച്ചുറേറ്റഡ് ഡ്രൈ കണ്ടീഷനിൽ അല്ലെങ്കിൽ. അത് ഓർത്തിരിക്കുക, ഈ സ്റ്റെപ്പിന് ശേഷമാണ് അത് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ മിക്സ് പ്രൊപ്പോർഷൻ നമ്മൾ ചെയ്തത് സിമെന്റ് 371, വാട്ടർ 167, ഫൈൻ അഗ്രിഗേറ്റ് 715, കോസ്റ്റ് അഗ്രിഗേറ്റ് 1206, വാട്ടർ സിമെന്റ് റേഷ്യോ എടുക്കുന്നത് 0.45. അങ്ങനെയാണെങ്കിൽ മിക്സ് റേഷ്യോ 1:1.93:3.25. ഈ മിക്സ് റേഷ്യോയിലാണ് നമ്മൾ ആദ്യത്തെ ട്രയൽ മിക്സ് ഡിസൈൻ ചെയ്യുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ, ട്രയൽ മിക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു ട്രയലിൽ ഇത് അവസാനിക്കില്ല. നമുക്ക് വേണ്ട വർക്കബിലിറ്റി റേഞ്ച് വരെ നമ്മുടെ വേരിയബിൾസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ മിക്സസ് ഡിസൈൻ ചെയ്ത് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ട വർക്കബിലിറ്റി വരെ കണ്ടിന്യൂ ചെയ്യുക. വേണ്ട വർക്കബിലിറ്റി കിട്ടിക്കഴിയുമ്പോൾ ആ മിക്സ് എടുത്തിട്ടാണ് നമ്മൾ കോൺക്രീറ്റിന് ഉപയോഗിക്കുക. നമ്മൾ പറഞ്ഞു സാച്ചുറേറ്റഡ് ഡ്രൈ കണ്ടീഷൻ എന്ന് സ്പെസിഫൈ ചെയ്യണം നമ്മൾ. സോ അഗ്രിഗേറ്റ് ഹാസ് ടു ബി യൂസ്ഡ് ഇൻ സാച്ചുറേറ്റഡ് സർഫസ് ഡ്രൈ കണ്ടീഷൻ. If not, the correction should be made for water absorption and surface moisture. ആ കറക്ഷനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്തത് കുറച്ചുകൂടെ ക്ലാരിറ്റി വരാനാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലം കൂടെ നിങ്ങൾ റെഫർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ വായിച്ച് കോഡിൽ നിന്ന് മനസ്സിലാക്കി ഡിഫറൻസ് വരുത്തണം എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പ്രോബ്ലംസ് ചെയ്യാം. ഇത് നമ്മൾ ഫോളോ ചെയ്തത് IS 10262 2009 കോഡിലെ മെത്തേഡാണ്. ഈ മെത്തേഡിൽ നിന്ന് ഡിഫറെന്റ് ആണ് 2019 അതുപോലെ 1982. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് കോമ്പാക്ഷൻ ഫാക്ടർ ഒക്കെ വെച്ചിട്ട് വർക്കബിലിറ്റി തന്ന കേസസ് തന്നിട്ടുണ്ട്. അത് ആക്ച്വലി 1982 കോഡ് ബേസ്ഡ് ആണ്. അപ്പൊ അതിനൊരു കറക്ഷൻ ഒക്കെ ആ കോഡിലുണ്ട്. ഇഫ് ടൈം പെർമിറ്റ്സ് നമ്മൾ 4th മൊഡ്യൂൾ എടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഒരു എക്സാമ്പിൾ പ്രോബ്ലം കൂടെ നമ്മൾ ചെയ്യും. ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ 3rd മൊഡ്യൂൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. 3rd മൊഡ്യൂൾ ആക്ച്വലി ഇത്രയും പോർഷനേ ഉള്ളൂ. മിക്സ് ഡിസൈൻ ഓഫ് നോർമൽ കോൺക്രീറ്റ് ആൻഡ് മിക്സ് ഡിസൈനിന്റെ ബേസിക് കാര്യങ്ങൾ. നമ്മൾ 4th മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ കോൺക്രീറ്റ്, അതുപോലെ സ്പെഷ്യൽ കോൺക്രീറ്റിംഗ് മെത്തേഡ്, അതുപോലെ മുന്നേ ഞാൻ പറഞ്ഞിരുന്നു ഡ്യൂറബിലിറ്റി ഓഫ് കോൺക്രീറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് 4th മൊഡ്യൂളിലുള്ളത്. ഒരു തിയറട്ടിക്കൽ പോർഷനിലൂടെ നമ്മൾ വീണ്ടും തിരിച്ചു പോവാണ്. വി വിൽ സ്റ്റാർട്ട് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വിത്ത് ദ 4th മൊഡ്യൂൾ. ടിൽ ദെൻ ബൈ. നിങ്ങൾക്ക് മിക്സ് ഡിസൈൻസ് കൂടുതൽ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ബൈ.